الصالحين وحسن أولئك رفيقا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. وقال نبينا وحبيبنا محمد رسول الله صلى الله عليه وسلم الأرواح جنود مجندة فما تعارف منها ائتلف وما تناكر منها اختلف. تفكرت في حشري ويوم قيامتي وإصباح خدي في المقابر ثاوية فهيدا وريدا بعد عز ومنعتي رهينا بجرمي والتراب وسادية. تفكرت في طول الحساب وعرضه وذل مقامي حين أعطى حسابية ولكن رجائي فيك ربي وخالقي بأنك تعفو يا إلهي خطايا. जिंदगी इंसान की है मानिंदे मुर्ए खुशनवा शाख पर बैठा कोई दम चहचहाया उड़ गया सल्लल्लाहु अलैहि मुहम्मद वसल्लम. എല്ലാവരും ഒരുമിച്ച് ചൊല്ലി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. ആദരണീയരായ ഈ വേദിയിൽ ആമുഖ ഭാഷണം നടത്തിയ ഫൈസി ഉസ്താദ് അവർകളെ, വേദിക്ക് സ്വാഗത ഭാഷണം നടത്തിയ ആദരണീയരായ മമ്മു ഹാജി അവർകളെ, വേദിയിൽ ഉപവിട്ടരായ കെ കെ സൂപ്പി ഹാജി, MP അബ്ദുൽ ഖാദർ ഹാജി, MC അഹമ്മദ് ഹാജി, സ്നേഹനിധിയായ പുതിയടത്ത് അബ്ദുള്ള ഹാജി, പായിക്കണ്ടയിൽ അമ്മദുക്ക, ആദരണീയരായ വൈ കെ നാസിർ സാഹിബ്, കെ പക്കാൻ ഹാജി തുടങ്ങി വേദിയിൽ ഉപവിട്ടരായ ഈ മഹല്ലത്തിന്റെയും ഇവിടെ നടക്കുന്ന എല്ലാ നല്ല പ്രവർത്തനങ്ങളുടെയും നേതൃസ്ഥാനത്തിരിക്കുന്ന മഹോന്നതരായ നേതാക്കളെ, അള്ളാഹുവിന്റെ ഈ നാട്ടിൽ മൺമറഞ്ഞുപോയി ജീവിച്ചു മൺമറഞ്ഞുപോയ ഒരു മഹാനായ മനുഷ്യനെ ഓർക്കപ്പെടുകയും ആ മഹാന്റെ ജീവിതത്തെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുകയും ചെയ്യുന്ന ഈ സമയത്ത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ നാമധേയത്തിൽ നമ്മൾ അള്ളാഹുവിന് വേണ്ടി ഒരുമിച്ചു ചേർന്നത് അള്ളാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ, ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല. നേരത്തെ അധ്യക്ഷൻ ഓർമ്മപ്പെടുത്തിയതുപോലെ അല്പസമയം താമസിച്ചു പോയിട്ടുണ്ട്. വളരെ നേരത്തെ ഇവിടെ എത്താൻ വേണ്ടി നിങ്ങളുടെ നാടിന്റെ തൊട്ടടുത്ത് നേരത്തെ എത്തിച്ചേർന്നതാണ്. പക്ഷേ ഞാനുമായി ബന്ധപ്പെട്ട മഹല്ലിലെ ഒരു കുടുംബം വേർപിരിയുന്നതിന്റെ വക്കീലായിരുന്നു. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ യോജിച്ചു പോകാൻ ഒരു നിലക്കും കഴിയില്ല എന്ന് വാശി പിടിച്ച് അവർ പിരിയുന്നതിന്റെ വക്കീലായിരുന്നു. ഈ ആഴ്ച തന്നെ 2 ദിവസങ്ങളിലായി
5-6 മണിക്കൂറോളം നടന്ന ചർച്ചയും പരാജയപ്പെട്ട് അവസാനം ഇന്ന് വേർപിരിയാം, രണ്ട് കുടുംബവും ഒരുമിച്ചു ചേർന്ന് വേർപിരിയാം എന്ന് തീരുമാനിച്ചു വന്നത് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് പടച്ച റബ്ബിന് ഞാൻ അകമഴിഞ്ഞ് സ്തുതി രേഖപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാഹ്, ഇന്ന് പിരിയാമെന്ന തീരുമാനത്തിൽ വന്ന കുടുംബം യോജിക്കാമെന്ന് തീരുമാനിച്ചാണ് പിരിഞ്ഞു പോയത്. അൽഹംദുലില്ലാഹ്, ഞാൻ എന്റെ സഹോദരങ്ങളോട് പറയുകയാണ്, എനിക്കതിയായ വേദനയുണ്ട്. എനിക്കറിയാം നിങ്ങൾ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് അവർക്കും ചില പ്രയാസം ഉണ്ടാവും. നമ്മളോട് വല്ലാതെ സ്നേഹം കാണിക്കുന്നവർക്കും രാജ്യത്തിന്റെ നിയമം നമ്മൾ ലംഘിക്കുന്നത് കാണുമ്പോൾ അവർക്കൊന്നും ചെയ്യാൻ കഴിയാതെ വരും. അപ്പൊ നമ്മൾ അതിനോട് സഹകരിക്കുക, അതിനോട് പൊരുത്തപ്പെടുക, രാജ്യത്തിന്റെ നിയമത്തോട് നമ്മൾ പൊരുത്തപ്പെടുക എന്നത് ഈ രാജ്യത്ത് ജീവിക്കുന്ന പൗരൻ എന്ന രീതിയിൽ നമ്മുടെ ബാധ്യതയാണ്. മതപരമായി നമുക്ക് നമ്മുടെ വിശ്വാസ ആദർശങ്ങൾ വെച്ചു പുലർത്തി ജീവിക്കാൻ എല്ലാ സ്വാതന്ത്ര്യവും നൽകുന്ന ഈ രാജ്യത്തെ നിയമങ്ങളോട് നമ്മൾ കാണിക്കുന്ന ഏറ്റവും നല്ല ആദരവും കൂറുമായിരിക്കും അതെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. മാത്രവുമല്ല, സ്നേഹനിധിയായ എന്റെ പ്രിയപ്പെട്ട ഉമ്മ 10 മണിക്ക് ശേഷം വഅദ് പറയരുത് എന്ന് ഒരു മകൻ എന്ന നിലയ്ക്ക് എന്നെ ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി, എന്റെ മാതാവിന്റെ ഉപദേശവും രാജ്യത്തിന്റെ നിയമവും യോജിക്കുന്നു വരുന്നു എന്നതുകൊണ്ട് ഈ ഹജ്ജ് യാത്ര കഴിഞ്ഞു വന്നതിന് ശേഷം അത് വളരെ കർക്കശമായി പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം പാലിക്കാതിരിക്കാൻ നിർവാഹമില്ല. അപ്പൊ എനിക്കറിയാം, ഞാൻ വളരെ നേരത്തെ ഇവിടെ വന്ന് 10 മണിയാകുമ്പോഴേക്കും നമുക്ക് എല്ലാവർക്കും ദുആ ചെയ്ത് പിരിയണം എന്ന് കരുതിയാണ് വളരെ നേരത്തെ എത്തിച്ചേർന്നത്. നിങ്ങൾക്ക് മാനസികമായി പ്രയാസമുണ്ടായിട്ടുണ്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ വാനലോകത്ത് രാജാതിരാജനായ അല്ലാഹു ഏറ്റവും കൂടുതൽ ഒരു സുഹൃതമാണ് നിങ്ങൾക്ക് ഞാൻ ചെലവഴിക്കേണ്ട സമയം അല്പം ഉപയോഗപ്പെടുത്തി അതിനു വേണ്ടി ഞാൻ ഒന്ന് ഇരുന്നു കൊടുക്കാൻ വഴിക്കും ഞാൻ കണ്ടെത്തിയത് എന്നതുകൊണ്ട് നിങ്ങളോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല യോജിക്കാം എന്ന് തീരുമാനിച്ച ഇരു കുടുംബത്തിലെയും അതിനു വേണ്ടി പങ്കുകൊടുത്ത എല്ലാവർക്കും അല്ലാഹു നൽകുന്ന പ്രതിഫലം ഈ സദസ്സിൽ പങ്കെടുത്ത നിങ്ങൾക്കൊക്കെയും അല്ലാഹു അതുപോലെ നഷ്ടപ്പെടാതെ അല്ലാഹു ഉഖ്റവിയായ ജീവിതത്തിലേക്ക് ഗുണകരമാക്കി തരട്ടെ എന്ന് മാത്രം നിങ്ങൾക്ക് വേണ്ടി ദുആ ാണ് ഈ സമയം ഞാൻ വിനിയോഗിക്കുന്നത്. ബന്ധം വളരെ പ്രധാനമാണല്ലോ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നിട്ട് ലോകത്തോട് പറഞ്ഞ ഏറ്റവും വലിയൊരു വിഷയം ബന്ധം ചേർക്കണേ എന്നാണ്. ബന്ധം ചേർക്കണേ, ബന്ധം ചേർക്കണേ, ബന്ധങ്ങൾ വിച്ഛേദിച്ചു കളയരുത് എന്നാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച അതിഗൗരവമേറിയ ഒരു അധ്യാപനം അതല്ലേ. അബ്ഗളുൽ ഹലാലി ഇലല്ലാഹ്, അബ്ഗളുൽ ഹലാലി ഇലല്ലാഹ് അത്തലാഖ്. രാജാതിരാജനായ അല്ലാഹുവിന് ഏറ്റവും കോപമുള്ള ഒന്നാണ്, ഏറ്റവും കോപമുള്ള ഹലാലാണ് വിവാഹബന്ധം വേർപ്പെടുത്തുന്നത് എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, വഇൻ ത്വാഇഫതാനി മിനൽ മുഅ്മിനീന ഖതതലൂ ഫഅസ്ലിഹൂ ബൈന അഖവൈകും വത്തഖുല്ലാഹ ലഅല്ലകും തുർഹാൻ. ബന്ധങ്ങളൊക്കെ അകന്നിരിക്കാൻ സാധ്യതയുള്ള ഒരു ഘട്ടമായതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയല്ല. അദൃശ്യ ലോകത്തെ ജീവിതം എന്നാണ് എന്റെ വിഷയം. നമ്മളങ്ങോട്ട് കടക്കുകയാണ്. സാന്ദർഭികമായി സമയം താമസിച്ചു പോയത് അതിന്റെ പേരിലാണെങ്കിലും ഓർമ്മപ്പെടുത്തുന്നത് നന്നാകും എന്നെനിക്ക് തോന്നുകയാണ്. കുടുംബങ്ങൾക്കിടയിൽ ബന്ധങ്ങൾ വഷളായിരിക്കാൻ സാധ്യതയുള്ള ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. സുഹൃത്തുക്കൾക്കിടയിലുള്ള ബന്ധങ്ങൾ വഷളായിരിക്കാൻ സാധ്യതയുള്ള ഒരു സമയത്താണ് നമ്മളുള്ളത്. രാജ്യത്തെ മുസ്ലിം സഹോദരങ്ങൾ, ഒരു വാർഡിലെയും മഹല്ലിലെയും മുസ്ലിം സഹോദരങ്ങൾ ഇരുപക്ഷത്തുമായി പോരടിച്ച് മാനസികമായി അകന്നു നിൽക്കാൻ സാധ്യതയുള്ള ഒരു ഘട്ടത്തിലാണ് നമ്മളുള്ളത്. എന്താ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതാണ്. ഒരേ കുടുംബത്തിൽപ്പെട്ട 2 പേര് മത്സരിച്ചു. ഒരു സ്ഥലത്ത് ഞാൻ കേട്ടു, അമ്മാവനും മരുമകനും മത്സരിച്ചു. അമ്മാവൻ തോറ്റുപോയി, മരുമകൻ ജയിച്ചു. അപ്പൊ റോട്ടിൽ ഇറങ്ങിയിട്ട് പിന്നെ എങ്ങനെ പ്രകടനം വിളിക്കാം? നിങ്ങൾ ചിന്തിച്ചു നോക്കാം, അമ്മാവന്റെ മാനസികമായ പ്രയാസം എത്ര ശക്തമാവും. സ്വന്തം രക്തത്തിൽ പിറന്ന പെങ്ങളുടെ മകനെ കാണുമ്പോൾ അമ്മാവന്റെ മാനസിക നിലയും മനോനിലയും ഇങ്ങനെയായിരിക്കും. ചിന്തിക്കേണ്ടതല്ലേ? എനിക്ക് തോന്നാണ് അങ്ങനെ ഒരു വിഷയം പറയായിരുന്നു. ഇലക്ഷൻ കഴിഞ്ഞ റിസൾട്ട് വന്നതാ നിങ്ങൾക്ക് ഓർമ്മല്ലേ? അങ്ങനെയെങ്കിൽ നമ്മൾ അങ്ങനെ കുറുക്കുയിരുന്നു. എങ്ങനെ കാണാനും കഴിയും? ചിന്തിക്കണം അല്ലേ? അവൻ എന്റെ മറുഭാഗത്ത് പ്രവർത്തിച്ചവനാണ്, അവൻ എനിക്ക് എതിരാ
വിചാരിക്കണ്ട. അത് നമ്മൾ ജയിച്ചാലും വേറെ ജയിച്ചാലും ഒക്കെ ഭരിക്കും. എല്ലാരും അവിടെ പോയിരിക്കലല്ലേ അല്ലേ? ഒരിക്കലും അതിന്റെ പേരിൽ മാനസികമായി അകന്നു പോകാൻ പാടില്ല. തങ്ങൾ പറയുകയാണ്, മുഅ്മിനീങ്ങളായ രണ്ട് വിഭാഗം തമ്മിൽ പ്രശ്നമുണ്ടായാൽ നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ നിങ്ങൾ രണ്ട് തലയിൽ കത്തിക്കുകയല്ല ചെയ്യേണ്ടത്. നിങ്ങളുടെ സഹോദരങ്ങൾക്കിടയിൽ നിങ്ങൾ സുൽഹുണ്ടാക്കാൻ ശ്രമിക്കണേ. അല്ലാഹുവിന്റെ താല്പര്യമാണ്. ജഗനിയന്താവായ റബ്ബിന്റെ താല്പര്യം അതാണ്. രണ്ട് കുടുംബങ്ങൾ തമ്മിൽ അകലാൻ ഒരുങ്ങുകയാണ്, അകന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ അകറ്റുകയല്ല ചെയ്യേണ്ടത്. അമ്മമാര് പ്രത്യേകം ശ്രദ്ധിക്കണം. ആൺമക്കളുടെ ഇവിടുത്തെ സിസ്റ്റം ഏതാ നിങ്ങൾക്കറിയില്ല. മക്കത്തായോ മരുമക്കത്തായോ ഒന്നും എനിക്കറിയില്ല. ഏതാ മക്കത്തായ? കുഴപ്പമില്ല, മക്കത്തായത്തിൽ വലിയ കുഴപ്പമുണ്ടാവും. മക്കത്തായത്തിലാ കുഴപ്പമുണ്ടാകുക. ആൺമക്കളുടെ ഭാര്യമാരുമായി വലിയ പ്രശ്നമൊക്കെ ഉണ്ടാവും. അകലാൻ ഇടവരാൻ ഇടയുണ്ട്. തന്റെ ഒരു വാക്കോ പ്രവൃത്തിയോ ബന്ധം വിച്ഛേദിക്കപ്പെടാനോ അകലാനോ ഇടവന്നാൽ അള്ളാഹുവിന്റെ കോപമാണ് അവർക്ക് നേരെ. ഇത്ര തന്നെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അകലാൻ ഇടവരരുത്, നിങ്ങൾ അകലുന്നവരെ യോജിപ്പിക്കണേ എന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു പറഞ്ഞെന്താ? വത്തഖുല്ലാഹ്. അതൊരു വല്ലാത്ത വാക്കാണ്. ചെയ്യണേ, അള്ളാനെ പേടിക്കണം. ആ രണ്ട് സഹോദരങ്ങൾക്കിടയിൽ സംസാരിപ്പിച്ച് യോജിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് വേണത് ചെയ്യാൻ. എന്താ കാരണം? അല്ലെങ്കിൽ നിങ്ങൾ അത് അകറ്റാനായിരിക്കും ശ്രമിക്കുക. അപ്പൊ അകറ്റാൻ ശ്രമിക്കരുത്, അടുപ്പിക്കാൻ ശ്രമിക്കണം. എന്നിട്ട് പറഞ്ഞൊരു വാക്കെന്താ അറിയോ? വത്തഖുല്ലാഹ ലഅല്ലകും തുർഹമൂൻ. നിങ്ങൾക്ക് അള്ളാഹുവിന്റെ കരുണ ലഭിച്ചേക്കാം. അപ്പൊ ഒരുമിപ്പിച്ചാൽ അള്ളാഹുവിന്റെ റഹ്മത്ത് നിങ്ങൾക്ക് തരും. അള്ളാഹു നൽകും. നിങ്ങൾ അകറ്റിയാൽ അള്ളാഹുവിന്റെ റഹ്മത്ത് ഇല്ലാതെയാകും. അപ്പൊ രണ്ട് കുടുംബം തമ്മിൽ പിരിഞ്ഞാൽ ആ കുടുംബത്തിലുള്ള റഹ്മത്ത് അള്ളാഹു എടുത്തു കളയും. ഒരു നാടിൽ രണ്ട് വിഭാഗമായി തർക്കിച്ച് ഭിന്നിച്ചാൽ അള്ളാഹു ആ നാട്ടിൽ റഹ്മത്ത് കൊടുക്കൂല. എന്ന് റഹ്മത്ത് എന്താന്ന് തിരിയണ്ടേ? നിഖമത്ത് വന്നിട്ട് നമ്മളുള്ളത് മുഴുവൻ ശിക്ഷയിലാണ്. അതുകൊണ്ട് റഹ്മത്ത് എന്താന്ന് തിരിയുന്നില്ല. അള്ളാഹു മുസ്ലിം ഉമ്മത്തിനെ ഒന്നാക്കി തരട്ടെ. ഒക്കെ പറയാമീൻ. അള്ളാഹു മുസ്ലിം ഉമ്മത്തിനെ ഒന്നാക്കട്ടെ. അതിനാ നമ്മൾ എപ്പോഴും ദുആ ചെയ്യേണ്ടത്. അള്ളാഹുവേ, മുസ്ലിം ഉമ്മത്തിനെ നീ ഒരുമിപ്പിക്കണേ റബ്ബേ, ഐക്യപ്പെടുത്തണേ അല്ലാ. നമ്മൾ നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു പോവാം. ഞാൻ സാന്ദർഭികമായി ഒന്ന് പറഞ്ഞതാണ്. ആരെങ്കിലൊക്കെ പാർട്ടി ബേസിൽ അകന്നെങ്കിൽ ഈമാന്റെ കാര്യമോർത്ത് നിങ്ങൾ ഒന്നിക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പാർട്ടിയല്ല വലുത്, ഈമാനാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുസ്ലിങ്ങൾക്ക് ഗുണകരമായ അവസ്ഥ, ഈ രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും ഗുണകരമായ അവസ്ഥ അല്ലാഹു ഭരണതലത്തിലിരിക്കുന്ന ആളുകൾ മുഖേന തരും. രാജ്യത്തെ വർഗീയമായി വെട്ടിമുറിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ പടച്ച റബ്ബേ അല്ലാഹുവേ നീ പരാജയപ്പെടുത്തുക. അദൃശ്യ ലോകത്തെ ജീവിതം എന്നതാണ് നമ്മുടെ വിഷയം. ദൃശ്യം എന്ന് പറഞ്ഞാൽ കാണുന്നത് എന്നാണ്. ദൃശ്യലോകം എന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മൾ കാണുന്ന ലോകം. അദൃശ്യലോകം എന്ന് പറഞ്ഞാലോ നമ്മൾ കാണാത്ത ലോകം. നമ്മൾ ഇതുവരെ ആ ലോകം കണ്ടിട്ടില്ല. ഭൂമി ലോകത്തൊരാളും കണ്ടിട്ടില്ല. നമ്മളൊക്കെ കാണാതിരിക്കുന്നേയുള്ളൂ. മരിച്ചവരെല്ലാം ആ ലോകത്തെ ചില മേഖലകളിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അദൃശ്യ ലോകത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ കാണാത്ത ലോകത്തെ ജീവിതത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച 5 ഘട്ടത്തെ ജീവിതമുണ്ടതിൽ 4ാമത്തെ ജീവിതത്തോടുകൂടെയാണ് അദൃശ്യ ലോകത്തേക്ക്, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ലോകത്തേക്ക് നമ്മൾ കടന്നു പോകാൻ ഒരുങ്ങുന്നത്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നത് ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന്റെ ശരീരവും അതേപോലെ ആത്മാവും ചേർന്നതാണ് എന്നല്ല. ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവന്റെ ആത്മാവാണ്. ശരീരം ഭൂമിയിൽ നിലകൊള്ളാൻ ഈ ആത്മാവിന് ഭൂമിയായ സ്ഥലത്ത് നിലനിൽക്കാൻ അല്ലാഹു ചെയ്തു വച്ചിരിക്കുന്ന കൂടുമാത്രമാണ്, സംവിധാനം മാത്രമാണ് ശരീരം. ആത്മാവ് വരുന്നത് മേൽഭാഗത്ത്
നിന്നാണ്, ശരീരമുണ്ടാകുന്നതോ ഭൂമിയിൽ നിന്നാണ്. പരിശുദ്ധമായ ഖുർആൻ ആ കാര്യം ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല വബദഅ ഖൽഖൽ ഇൻസാനി മിൻ തീൻ, മനുഷ്യ ശരീരത്തിന്റെ സൃഷ്ടിപ്പ് അല്ലാഹു ആരംഭിച്ചത് മണ്ണിൽ നിന്നാണ്, ഭൂമിയിൽ നിന്നാണെന്ന് പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. എന്നാൽ ആത്മാവിന്റെ സൃഷ്ടിപ്പ് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിക്കണം. കണ്ണാടിയിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഈ ശരീരമല്ല. നമ്മൾ ആരും യഥാർത്ഥത്തിൽ നമ്മളെ കണ്ടിട്ടില്ല. ഞാൻ എന്നെ കണ്ടിട്ടില്ല. കണ്ണാടിയുടെ മുമ്പിൽ പോയി ഞാൻ എന്റെ ശരീരം ശ്രദ്ധിക്കുമ്പോൾ ഞാൻ കാണുന്നത് എന്റെ മുഖമാണ്, എന്റെ നയനങ്ങളാണ്, എന്റെ ചെവിയാണ്, എന്റെ ശരീരത്തിന്റെ അല്ലേ? ശരിക്കും കണ്ണാടി മുൻഭാഗം കാണൂ. പിൻഭാഗം കാണണമെങ്കിൽ ഒന്നുകിൽ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കണം, അല്ലെ മുന്നിലൊരു കണ്ണാടി കൂടി വെക്കണം. എന്നാൽ മാത്രമേ പിൻഭാഗം കാണുന്നുള്ളൂ. മനുഷ്യൻ എത്ര ബലഹീനനാണ് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. എന്നിട്ടാ ഇവൻ പറയണത് അള്ളാനെ കണ്ടിട്ടില്ല ഞാൻ വിശ്വസിക്കൂല. അവനെ തന്നെ പൂർണ്ണമായി കാണുന്നില്ല. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, ഭൂമിയിൽ നിന്നാണ് മനുഷ്യ ശരീരത്തിന്റെ സൃഷ്ടിപ്പ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മാവിന്റെ സൃഷ്ടിപ്പ് ആരംഭിച്ചു. അബുൽ ബശർ ആദം അലൈഹിസ്സലാമിനെ അല്ലാഹു സൃഷ്ടിച്ചതിന് ശേഷം പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഹദീസുണ്ട്. ആദം അലൈഹിസ്സലാമിനെ ഭൂമിയിൽ നിന്ന് മലക്കുകൾ കൊണ്ടുപോയി കൊടുത്ത മണ്ണിൽ നിന്നൊരു രൂപമുണ്ടാക്കി. ആ രൂപത്തിലേക്ക് വനഫഖനാ ഫീഹി മിർ റൂഹിനാ, അല്ലാഹു തന്റെ ആത്മാവിന്റെ ഒരു അംശമാണ് ശരീരത്തിലേക്ക് നിക്ഷേപിക്കുകയാണ്, ആ രൂപത്തിലേക്ക്. അങ്ങനെയാണ് ആദ്യത്തെ മനുഷ്യനുണ്ടാകുന്നത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എന്നിട്ട് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുതുക് വമസഹല്ലാഹു ബിയമീനിഹി ലഹറഹാദം, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ വലതു കൈ കൊണ്ട് ആദം അലൈഹിസ്സലാമിന്റെ മുതുകൊന്ന് തടവി. അല്ലാഹുവിന്റെ വലതു കൈ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു പ്രയോഗമാണ്. അത് നമുക്ക് മനസ്സിലാവലും നമ്മളുമായി ബന്ധപ്പെട്ടതനുസരിച്ച് പറഞ്ഞു തരുമ്പോഴാണല്ലോ. അതല്ലാതെ അല്ലാഹുവിന് നമ്മളെ പോലെ കൈയുണ്ട് എന്നല്ല അതിന്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല വമസഹല്ലാഹു ബിയമീനിഹി ലഹറ ആദം അലൈഹിസ്സലാം, അല്ലാഹു തന്റെ വലതു കൈ കൊണ്ട് ആദം അലൈഹിസ്സലാമിന്റെ മുതുകൊന്ന് തടവുകയാണ്. ആ തടവ് എപ്പോഴാണ്? റസൂലുള്ളാഹി പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകാവസാനം വരെ ജനിക്കാനുള്ള എല്ലാ മനുഷ്യരെയും ഒരെണ്ണ രൂപത്തിൽ ആദം അലൈഹിസ്സലാമിന്റെ മുതുകിൽ നിന്ന് അല്ലാഹു വെളിയിലേക്ക് കൊണ്ടുപോയി. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, പിന്നെ ഈ മുതുകിലൂടെ ലോകാവസാനം വരെ കടന്നു വരാനുള്ള എല്ലാ മനുഷ്യരുടെയും ആത്മാവ് അല്ലാഹു ഒരു ലോകത്ത് ഒരുമിച്ച് കൂട്ടി. ആ ലോകമാണ് ആലമുൽ അർവാഹ് എന്നറിയപ്പെടുന്നത്. റൂഹുകളുടെ ലോകം എന്നാ ഇതിന്റെ പേര്. റൂഹുകളുടെ ലോകം, അങ്ങനെ ഒരു ലോകമുണ്ട്. പല ലോകമുണ്ടല്ലോ ഈ പ്രപഞ്ചത്തിൽ. ഒരുപാട് ലോകങ്ങളുണ്ട് ഈ പ്രപഞ്ചത്തില്ലേ. ചൊവ്വ ഉണ്ടോ ഇല്ലേ? ചൊവ്വ എന്ന ഗ്രഹം ഉണ്ടോ ഇല്ലേ? ഉണ്ടത് ഉണ്ട്. എന്താ തെളിവ്? നിങ്ങൾ കണ്ടണോ? കേട്ടിട്ടുള്ളൂ. ആരെങ്കിലും ഉണ്ടോ കണ്ടോലെങ്കിൽ കണ്ടോലെ കാണാൻ പൂതിയായിട്ടാണ്. കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല, എന്നാ കണ്ടോലെ കാണാൻ പൂതിയായിട്ടാണ്. ചൊവ്വയുണ്ട് എന്ന് എങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നു? ചൊവ്വണ്ട്. ചൊവ്വ എന്ന് പറയുന്നതിൽ മഹാലോകമാണ്. ശാസ്ത്രലോകം വിളിച്ചു പറയുന്നത് എന്തേത് മനുഷ്യന്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നതാണ്. പ്രത്യേകമായ സംവിധാനങ്ങളിലൂടെ ലോകത്തിനത് കണ്ടെത്താൻ കഴിയുമെന്ന് അറിയാവുന്ന പടച്ച റബ്ബ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ അതിനെക്കുറിച്ചൊരു വ്യക്തമായ അധ്യാപനം വിശാലമായി നമ്മെ പഠിപ്പിച്ചില്ല. കാരണം മനുഷ്യനെ കണ്ടെത്താൻ കഴിയുന്നതാണ്. ഇങ്ങോട്ടൊരു ചെറുപ്പക്കാരൻ ചോദിച്ചു, ഉസ്താദേ ചൊവ്വയിൽ വെള്ളമുണ്ട്, വെള്ളമില്ല, ഓക്സിജൻ ഉണ്ട്, ഇല്ല, പോവാൻ കഴിയൂല, പല തർക്കം പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് വിശ്വസിച്ചാൽ മതിയല്ലോ. ഈ തർക്കത്തിനൊരു പരിഹാരം ഉണ്ടോ എന്ന് അറിയാനാണ്. മനുഷ്യനവന്റെ നേനങ്ങൾ കൊണ്ട് കണ്ടെത്താൻ പറ്റാവുന്ന അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു തന്നിട്ടില്ല. അത് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരേണ്ട ആവശ്യവുമില്ലല്ലോ. മനുഷ്യനെ കണ്ടെത്താൻ കഴിയാത്ത ലോകമല്ലേ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന അല്ലാഹു നമ്മെ പഠിപ്പിക്കേണ്ടത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആലമുൽ അർവാഹ്,
റൂഹുകളുടെ ലോകം എന്ന് പറയുന്ന ഒരു ലോകമുണ്ടായിരുന്നു. നമ്മളെല്ലാം അവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. ഓർമ്മല്ലേ? നമ്മളെല്ലാം അവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നിട്ട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഏത് ആത്മാവിനെയാണോ അല്ലാഹു ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്, ആത്മാവിന് അല്ലാഹു നിശ്ചയിച്ച സമയമായാൽ ഭൂമി ലോകത്തുള്ള ഒരു പെണ്ണിന്റെ ഗർഭപാത്രത്തിൽ രൂപമെടുക്കുന്ന കുഞ്ഞിലേക്ക് ഇന്ദ്രിയത്തുള്ളി പിന്നെ രക്തപിണ്ഡമായി പിന്നെ അത് മാംസപിണ്ഡമായി 4-ാമത്തെ മാസമാകുമ്പോൾ മാംസപിണ്ഡമായി മാറുന്ന ഈ മനുഷ്യരൂപത്തിലേക്ക് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നൊരു മലക്ക് കടന്നു വരുന്നുണ്ട് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ അവിടെ മനുഷ്യന്മാർക്ക് ചിന്തിക്കാൻ സമയമുണ്ടോ? വാട്സപ്പ് നോക്കിയിട്ട് തന്നെ സമയം മതിയായിട്ടില്ല, മെസ്സേജ് വായിച്ച് തീർന്നിട്ടില്ല. ഞാൻ ഈ നോമ്പിന് കേട്ട ഏറ്റവും വലിയൊരു തമാശ ഞാൻ പലപ്പോഴും ഇങ്ങനെ ആലോചിച്ചു ചിരിച്ചു പോകാറുണ്ട്. ഒരാളോട് സംസാരിച്ചു കൊണ്ടിരിക്കയാൽ പറഞ്ഞു, സാറേ സമയമില്ല, ഞാൻ പോവാന്ന്. ഞാൻ ചോദിച്ചാൽ എന്താ? എന്നോട് പറഞ്ഞു, മൊബൈലിൽ 99 മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ട്, വാട്സപ്പിൽ നോക്കിയിട്ടില്ല, വായിച്ചിട്ടില്ല. ചിന്തിക്കണേ നിങ്ങൾ, അനർത്ഥമായ കാര്യങ്ങളല്ല. ഖുർആൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ? അഫലാ യഖ്ലൂൻ, നിങ്ങൾ ആലോചിക്കുന്നില്ലയോ? ഈ ഉമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് ഒരു മലക്കിനെ അള്ളാഹു നിയോഗിക്കുകയാണ്. ശ്രദ്ധിക്കണേ, 4 മാസമാകും എന്റെ പെങ്ങളെ, നിങ്ങളുടെ ഗർഭപാത്രത്തിരിക്കുന്ന ഈ കുഞ്ഞിന് 4 മാസമായി പ്രായമാകുമ്പോൾ ഒരു മലക്ക് നിങ്ങളുടെ ഗർഭപാത്രത്തിലേക്ക് വന്നു പോകുന്നുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരു മലക്ക് വന്നു പോകുന്നുണ്ട്. ആ മലക്കഥ ഉമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് വരികയാണ്. എന്നിട്ട് ആ മാംസപിണ്ഡത്തിലേക്ക് അതാ റൂഹ് നിക്ഷേപിക്കുകയാണ്. അതോടുകൂടെയാണ് ഗർഭപാത്രത്തിലുള്ള കുഞ്ഞിന് ജീവൻ വരുന്നത്. നമ്മൾ പറയാറുണ്ടല്ലോ, ചിലത് 8 മാസമായി. ഞാൻ ഇന്നലെ കേട്ടു ഒരു സ്ഥലത്ത് വയല് പറയാൻ പോയപ്പോ ആ പിതാവ് കരഞ്ഞുകൊണ്ടാ പറഞ്ഞത്. ഞാൻ ഓർക്കുന്നു, ഭക്ഷണവും അഹോദ വീട്ടിലായിരുന്നു. എനിക്കാകെ ഒരു മകളാണ് ഉസ്താദ്. 9-ാമത്തെ മാസം ഗർഭിണിയായിരുന്നവൾ. ഡോക്ടർ ഓരോ മാസവും ചെക്ക് ചെയ്ത് കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞതാ. 9-ാമത്തെ മാസത്തിലാണ് ഡോക്ടർ പറയുന്നത്, കുട്ടി ജീവനില്ല, ഉമ്മയുടെ ഗർഭപാത്രത്തിലുള്ള കുട്ടി മരിച്ചിരിക്കുകയാണ്. 9-ാമത്തെ മാസത്തിലാ പറയുന്നത്. ഓപ്പറേഷൻ ചെയ്തെടുത്തു കളഞ്ഞതാണ്, 3 കൊല്ലമായി. അതിന് ശേഷം എന്റെ കുഞ്ഞുമാൾ ഗർഭം ധരിച്ചിട്ടേ ഇല്ല. പറയുമ്പോഴേക്ക് കണ്ണിൽ വെള്ളം നിറയുന്നുണ്ട്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആർക്കും അറിയാത്ത കാര്യങ്ങളുണ്ട്. എപ്പോൾ വലാ യഅലമു മാ ഫിൽ അർഹാമി ഇല്ലല്ലാഹ്. ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ എന്തൊക്കെ പ്രവർത്തനം നടക്കുന്നുവെന്ന് പറയാൻ പടച്ച റബ്ബിനല്ലാതെ കഴിയില്ല. ചിലരൊക്കെ പറയാറുണ്ട്, ഡോക്ടർ പറഞ്ഞു 5 മാസം നല്ല വളർച്ച, പാകം, 6-ാം മാസം റെഡിയാണ്, തൂക്കൊക്കെ ഉണ്ട്, സ്കാൻ ചെയ്ത് പറയുകയാണ്. ഇപ്പോൾ ഏത് ഭക്ഷണമാണോ ജീവിതക്രമമാണോ പാലിക്കും, അതേപോലെ തന്നെ ോട്ട് പോയിക്കോളൂ. ഇതാണ് ഡോക്ടർ പറഞ്ഞത്. അതേ ഡോക്ടറാണ് 8-ാം മാസമാകുമ്പോ പറയുന്നത് കുട്ടി മരിച്ചു പോയിരിക്കുകയാണെന്ന്. ഒരു ഗർഭപാത്രത്തിൽ ആത്യന്തികം നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയെന്ന് പറയാൻ അല്ലാഹുവിനല്ലാതെ കഴിയില്ലെന്ന് ശാസ്ത്രം വാനോളം വളർത്തുന്ന ഈ കാലഘട്ടത്തെ പോലും വെല്ലുവിളിച്ച് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെയാണ് നമ്മൾ റൂഹുകളുടെ ലോകത്ത് നിന്ന് ഉമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് എത്തിയത്. പിന്നെ നമ്മൾ ഭൂമിയിലേക്ക് വന്നു. ഇതാണ് നമുക്ക് ദൃശ്യമായ ലോകം. ഇതിനു മുമ്പുള്ളതും ഒരു അദൃശ്യ. നമുക്ക് അദൃശ്യം എന്ന് പറഞ്ഞാൽ നമ്മളായി കണ്ട ഓർമ്മയില്ലേ? കണ്ടിട്ടുണ്ട്, കണ്ട ഓർമ്മയില്ലേ? കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? കണ്ടിട്ടുണ്ടോ? നിങ്ങൾ മിണ്ടില്ല. കണ്ടിട്ടുണ്ടോ? സൂഫിയാജി പറയല്ല. ഒരു 45 കൊല്ലം മുമ്പ് സൂഫി ഹാജിയുടെ ജീവിതത്തിൽ കണ്ട ഒരാളെ ഇപ്പൊ ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളോട് നിർത്തി. കുറെ കാലം ഒരുമിച്ച് നാളല്ല, ഒരു 2-3 ദിവസമൊക്കെ കണ്ട ഒരാളെ ഇവിടെ കൊടുന്ന് നിർത്തിയാല് സൂഫി ഹാജി ഇങ്ങനെ നോക്കിയിട്ട് പറയും, ഇവിടുന്ന് ഒരാൾ വന്ന് അല്ലേ? നമ്മൾ പറയും
നമ്മൾ എന്തിനേറെ നിങ്ങൾക്കറിയാം, ഞാൻ ഇന്നലെ ഒരാൾ കണ്ടു ഇരുട്ടിയെന്ന്. എനിക്ക് പരിചയമുള്ള ആളാണ്, പക്ഷെ അയാളെ തടി കുറഞ്ഞുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല. അയാൾ എന്നോട്, ഞാൻ അയാളോട് മണ്ടി ചിരിക്കാത്തതുകൊണ്ട് മൂപ്പർക്ക് എന്തോ ഒരു ടെൻഷൻ. മൂപ്പർ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഞാൻ ഇന്ന ആളാണ്. അപ്പൊ ഞാൻ ചോദിച്ചു തടിയൊക്കെ എന്തേ ആയത്? അപ്പൊ ഞാൻ അറിഞ്ഞില്ല. നമ്മൾ ഈ രീതിയിലല്ല ലോകത്തുള്ളത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അർവാഹു ജുനൂദുൻ മുജന്നദ ഫമാ തനാറഹു മിൻഹാ യഖ്തലഫ് ഫമാ തനാകറ മിൻഹാ യഖ്തലഫ്. അല്ലാഹുവിന്റെ ഹബീബ് പറയാ, റൂഹുകൾ ലോകത്ത് വെച്ചുണ്ടായിട്ടുണ്ട്. നിങ്ങൾ പരസ്പരം കണ്ട ആളുകളൊക്കെ കണ്ടവരെല്ലാം ഇവിടെ വെച്ച് അവർ സ്നേഹബന്ധത്തിലാകുന്നതാണ്. അവിടുന്ന് ഒരിക്കൽ കണ്ട ആളാണെങ്കിൽ ഇവിടുന്ന് ഒരിക്കലെങ്കിലും കണ്ടു പരിചയപ്പെടും. അവിടെ നിന്ന് അകന്നു പോയ ആളുകളാണോ, അവരാണ് ഇവിടെയും അകന്നു പോകുന്നത്. അവിടെ വെറുത്തവരാണ് ഇവിടെയും വെറുക്കുന്നത്. അവിടെ അറിയാത്തവരാണ് ഇവിടെയും അറിയാതെ പോകുന്നത് എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, ആ ലോകം നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഓർമ്മയില്ല എന്നേ ഉള്ളൂ, നമ്മൾ അനുഭവിച്ചു പോയതാണ്. അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന നാലാമത്തെ ജീവിതം ഭൂമി ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഒരാളും കണ്ടിട്ടില്ലാത്ത ലോകമാണ്. അത് മരണശേഷം കടന്നു വരാനുള്ള ലോകമാണ്. ഏത് റബ്ബാണോ ഈ ശരീരത്തിലേക്ക് ആത്മാവ് നിക്ഷേപിച്ചത്, അതേ അല്ലാഹു തന്നെ ആത്മാവ് തിരിച്ചു വിളിക്കാനായി തന്റെ ദൂതന്മാരെ നിയോഗിക്കുന്നതാണ്. ആ ദൂതന്റെ തലവന്റെ പേരാണ് അസ്റാഈൽ. അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ മരിക്കാനുള്ള സമയമായാൽ അദൃശ്യ ലോകത്തേക്ക് കടക്കുന്ന കവാടമാണ് മരണം. അദൃശ്യ ജീവിതത്തിലേക്കുള്ള പ്രാരംഭമാണ് എന്റെ സഹോദരങ്ങളെ മരണം. ആ അദൃശ്യ ലോകത്തിന്റെ ചില പ്രകടനങ്ങൾ ഇവിടെ കാണാൻ കഴിയും. പുണ്യനബി പറയാണ്, ഒരാൾ മരിക്കാനുള്ള സമയമായാൽ അല്ലാഹു ഒരാൾക്ക് കൊടുത്ത ആയുസ് കഴിഞ്ഞാൽ പുണ്യനബി പറയുന്നു, മഹാനായ അസ്റാഈൽ അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിൽ മലക്കുകൾ വരും. ഈ മരിക്കാൻ അവരുടെ ചുറ്റുഭാഗത്തും വന്നവർ നിൽക്കുകയാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, അല്ലാഹു നൽകിയ മണിക്കൂർ, മിനിറ്റ്, സെക്കൻഡ് കഴിഞ്ഞാൽ ഇസ്രായീൽ അലൈഹിസ്സലാം തന്റെ നേതൃത്വത്തിൽ വന്ന മലക്കുകളുണ്ട്. ആ മലക്കുകളിൽ ഒരു വിഭാഗം ആളുകൾ ഈ മരിക്കാൻ പോകുന്ന ആളെ പിടിച്ചു വെക്കുന്നതാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അപ്പോഴാണ് അയാൾ കുഴഞ്ഞു വീണ് പോകുന്നത്. കുഴഞ്ഞു വീഴുമ്പോഴേക്ക് ഈ വന്ന മലക്കുകൾ ഇയാളുടെ ചുറ്റുഭാഗത്തും നിൽക്കുകയാണ്. എന്നിട്ട് ഈ മരിക്കാനായ മനുഷ്യനെ ഇസ്രായീൽ അലൈഹിസ്സലാമിന്റെ സമ്മതപ്രകാരം അതാ അയാളുടെ റൂഹ് പിടിക്കാൻ ഒരുങ്ങുകയാണ്. സമയം അങ്ങ് കഴിഞ്ഞാൽ യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക ആത്മാവിനെ തിരിച്ചു വിളിക്കുകയാണ്. തിരിച്ചു വിളിക്കേ ഈ ചുറ്റുപാട് എന്ന മലക്കുകൾ 4 സംഘങ്ങളായി മാറിയിട്ടുണ്ടാകും. ഒന്നാം സംഘം മലക്കഥ ഈ മരിക്കാൻ കിടക്കുന്ന ആരുടെ കാലിന്റെ തല്ലവരിലേക്ക് ഇറങ്ങുന്നു. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത് ഒരു മലക്കല്ല, 10 മലക്കല്ല, 70 അല്ല, ഒരു റിപ്പോർട്ടിലുള്ളത് 70,000 മലക്കുകൾ ഉണ്ടാകും അത്ര ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ. ഒന്നാം സംഘം മലക്കുകൾ ഇവയാരുടെ കാലിന്റെ തല്ലവരിലേക്ക് ഇറങ്ങുകയാണ്. ഇറങ്ങിയിട്ട് ഓരോ കോശങ്ങളിലേക്കും അവർ ഇറങ്ങി ചെല്ലുക. ഇറങ്ങി ചെന്നിട്ട് ഓരോ കോശങ്ങളിൽ നിന്നും റൂഹിനെ പിടിച്ചു വലിക്കുകയാണ്. ഓരോ കോശത്തിലും റൂഹുണ്ട്. അപ്പൊ എന്താ റൂഹ്? നമുക്ക് തിരിഞ്ഞിട്ടില്ല. എന്താണ് റൂഹ്? തിരിഞ്ഞിട്ടില്ല അല്ലേ? നിങ്ങൾ ഒരു മുസമ്പി എടുത്തിട്ട് ആ മുസമ്പി നിങ്ങൾ മുറിച്ചു നോക്കിയാൽ ആ മുസമ്പിയുടെ എല്ലാ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് വെള്ളം കിട്ടും, എല്ലായിടത്തും. പക്ഷെ മുസമ്പിയിലേക്ക് നോക്കുമ്പോൾ വെള്ളം കാണൂല. എന്നതുപോലെയാണ് റൂഹി ശരീരത്തിൽ വ്യാപിച്ചു കിടക്കുകയാണ്. ഓരോ കോശങ്ങളിലും റൂഹുണ്ട്. മലക്കുകൾ ഇറങ്ങിയിട്ട് കോടിക്കണക്കായ കോശങ്ങൾ കൊണ്ട് നിർമ്മിതമായ മനുഷ്യ ശരീരത്തിലെ ഓരോ കോശത്തിൽ നിന്നും റൂഹത പിഴുതെടുക്കുകയാണ്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ
എല്ലാം സ്വലാത്ത് ചെല്ലണം. നമുക്ക് മനസ്സുകൊടുത്ത് ദുആ ചെയ്തു പോകണം. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. നിങ്ങൾക്കിടയിൽ ജീവിക്കാൻ ഓരോ വർഷവും അവരുടെ പേരിലുള്ള ഒരു നടത്തുന്നത് അത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ താല്പര്യമാണ്. അല്ലാഹുവിന്റെ താല്പര്യമാണത്. കഴിഞ്ഞുപോയ ജീവിതത്തിലെ കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ മഹാന്മാർ ഓർക്കപ്പെടണമെന്നത് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ഓരോ കോശങ്ങളിൽ നിന്നും പിഴുത് കൊണ്ടുവന്ന് കാലിന്റെ മുട്ടിലേക്ക് എത്തിക്കുകയാണ്. മുട്ടിലെത്തിയാൽ ഒന്നാം സംഘം ആളുകൾ മാറി, രണ്ടാം സംഘം ആളുകൾ വരും, മലക്കുകൾ വരും. മുട്ടിൽ നിന്ന് ഊര വരെ റൂഹ് വലിച്ചു കൊണ്ടുവരുന്നത് വരെയാണ്. ഊരയിലേക്ക് എത്തിയാൽ അവർ മാറും. ഊര മുതൽ നെഞ്ചു വരെ കൊണ്ടുവരുന്നത് മൂന്നാം സംഘം മലക്കുകളാണ്. അപ്പോഴേക്കതാ വല്ലാത്ത അസ്വസ്ഥതയാണ്. പിൻഭാഗത്ത് നിന്ന് കുളത്തിട്ട് വലിക്കുന്ന പോലെ, വയറിൽ വല്ലാത്തൊരു അസ്വസ്ഥത പോലെ, നെഞ്ചിലേക്ക് റൂഹെത്തുമ്പോൾ നെഞ്ചിലെന്തോ ഭാരം കയറ്റി വെച്ച പോലെ. മൂന്നാം സംഘം മലക്കുകൾ അങ്ങ് മാറിയാൽ നാലാം സംഘം മലക്കുകൾ വന്ന് നെഞ്ചു മുതലാ പിന്നെ റൂഹ് പിടിച്ചു വലിക്കുന്നത്. തൊണ്ടവരെ, തൊണ്ടൻകുടി വരെ റൂഹിനെ വരെ കൊണ്ടുവരികയാണ്. തൊണ്ടൻകുടിയിലേക്ക് റൂഹെത്തിയാൽ നാലാം സംഘം മലക്കുകൾ അങ്ങ് മാറി നിൽക്കുന്നു. അസ്റായീൽ തന്നെ നേരിട്ടിങ്ങ് വന്ന് തൊണ്ടൻകുടിയിൽ നിന്ന് റൂഹദ പിടിച്ചു വലിക്കുന്നു. അതോടുകൂടെ നമ്മളിതാ ഈ പ്രത്യക്ഷമാവുക. ഇന്ന് നമ്മൾ കടന്നു പോകുന്ന ലോകമേതാണ്? ശ്രദ്ധിക്കണേ, പരിശുദ്ധ ഖുർആൻ. ഇന്നൽ അബ്റാറ ലഫീ ഇല്ലീൻ വഇന്നൽ ഫുജ്ജാറ ലഫീ സിജ്ജീൻ. ഇന്ന രണ്ട് വിഭാഗം ആളുകളാണ്. ഏത് രാജ്യത്തെ സിറ്റിസൺഷിപ്പാണോ അയാൾക്കുള്ളത്, ആ രാജ്യത്തേക്ക് അയാൾ തിരിച്ചു പോവും. അല്ലല്ലേ? ഇവിടുന്ന് ഗൾഫ് പോണ ആൾക്കാരൊക്കെ കണ്ടില്ലേ? ഓല് കാലാകാലം മരണം വരെ വിസ രാജ്യത്തുണ്ടെങ്കിലും ഓല് ഇടക്കിടക്ക് ഇവിടെ വന്ന് പോകും, നാട്ടിൽ വന്ന് പോകും. ഏത് വിഭാഗത്തിലാണോ അവൻ, ആ ലോകത്തേക്കാണ് അവൻ പോവുക. ശ്രദ്ധിക്കണം, നമ്മളേത് ലോകത്താവാണോ അല്ലാഹു അബ്റാറിങ്ങളിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അല്ലാഹുവേ, ഇല്ലീനിൽ എത്തിച്ചേരുന്നവരിൽ ഞങ്ങളെ നീ ചേർക്കണേ അല്ലാ. എന്താണ് ഇല്ലീൻ? എന്റെ സഹോദരങ്ങളെ, ഇല്ലീൻ എന്ന് പറഞ്ഞാൽ അതൊരു ലോകമാണ്. ഭൂമി ഒരു ലോകമാണ്, ശുക്രൻ ഒരു ലോകമാണ്, ബുധൻ വേറെ ഒരു ലോകമാണ്, ചൊവ്വ വേറെ ഒരു ലോകമാണ്. ഈ പറയുന്ന സ്ഥലം എവിടെയാണ്? അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ശരീരത്തിൽ നിന്ന് റൂഹങ്ങ് വലിച്ചാൽ ഈ റൂഹുമായി മലക്കുകൾ മേലോട്ട് ഉയരുകയാണ്. എന്താണോ, ഏതൊരു മനുഷ്യനും മരിച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അയാൾ കണ്ണിങ്ങനെ മേലോട്ടായിരിക്കും. ശാസ്ത്രത്തോട് ചോദിച്ചു നോക്കൂ നിങ്ങൾ. അതുവരെ ഇയാളുടെ അസുഖം എന്തേനു? കണ്ണിന്റെ ഇമകൾ ഇങ്ങനെ വിട്ട് കൺപോളൊക്കെ തുള്ളാട. ഡോക്ടറോട് ചോദിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു അത് ചെറിയ മസിലിന്റെ പ്രശ്നമാണ്. ഞങ്ങൾ ഇവരോട് ചോദിക്കുകയാണ്, ഈ കണ്ണെങ്ങട്ടാ പോണ? മറുപടി ഇല്ലല്ലോ. കണ്ണ് എങ്ങോട്ടാണ് ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നത്? മരിച്ച ഏതൊരാളുടെയും റൂഹ് പോകുന്ന അവസാന ഘട്ടത്തിൽ അവർ മേലോട്ടാണ് നോക്കുന്നത്. നമ്മളും നോക്കാതിരിക്കുകയാണ്. ലോകത്തിന് മറുപടിയില്ലാത്ത വിഷയങ്ങളിലേക്ക് മറുപടി പറഞ്ഞ ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഇന്നൻ നദറ തത്തബിഉർ റൂഹ. കണ്ണിന്റെ നോട്ടം റൂഹിനെയാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ശരീരത്തിൽ നിന്ന് റൂഹങ്ങ് വേർപെട്ടു പോകുമ്പോൾ ഇതുവരെ ഒന്നിച്ച് ജീവിച്ചവർ തമ്മിൽ വേർപിരിയുമ്പോൾ ഉള്ള നോട്ടമാണത്. ഹജ്ജിന് പോണ സമയത്ത് കണ്ടില്ലേ നിങ്ങൾ? ഹജ്ജിന് പോകുമ്പോൾ മക്കളൊക്കെ വിട്ടുപിരിഞ്ഞിട്ട് യാത്രയൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ പോണ സമയത്ത് അവസാനം വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒന്ന് വളഞ്ഞു മറയാൻ പോവാ, പിന്നെ വീട് കാണൂല. അപ്പൊ ലാസ്റ്റ് ഒരു നോട്ടം. ചില ആളുകളെ നോക്കി ആ നോട്ടം അങ്ങനെ തന്നെ നോക്കും. ചില ആളുകളുടെ ഭൂമിയിൽ നിന്ന് ഇതുവരെ ഒന്നിച്ചവർ തമ്മിൽ വേർപിരിയുമ്പോഴുള്ള അവസാനത്തെ നോട്ടമാണത്. കണ്ണ് നോക്കുന്നത് റൂഹിനെയാണ്. നല്ലപോലെ സ്വലാത്തു ചൊല്ലണം. അല്ലാഹു മദീനയുമായി ബന്ധമുള്ള സദസ്സാക്കി തരട്ടെ. ഹബീബായ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ശ്രദ്ധിക്കണേ. പിന്നെ ഈ ആത്മാവുമായി മലക്കുകൾ അതാ മേലോട്ട് പോവുകയാണ്. ഒന്നാം ആകാശത്തിന്റെ കവാടത്തിൽ അവർ ചൊല്ലുന്നു. ഒന്നാം ആകാശത്തിന്റെ കവാടത്തിന് അവർ മുട്ടുന്നു. മറുഭാഗത്തു നിന്ന് ചോദ്യം, ആരുടെ ആത്മാവാണിത്? നല്ല മനുഷ്യനാണോ ഭൂമിയിൽ എന്നയാൾ പരിചയപ്പെടുത്തപ്പെട്ട ഏറ്റവും നല്ല പേരുകൊണ്ട് പരിചയപ്പെടുത്തുന്നു. ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നു. മലക്കുകൾ ഈ റൂഹുമായി ഒന്നാം ആകാശത്തിലേക്ക് കയറുകയാണ്. അങ്ങനെ പിന്നെ രണ്ടാം ആകാശം, മൂന്നാം ആകാശം. അപ്പൊ നമ്മൾ ഇതുവരെ കാണാൻ ആഗ്രഹിച്ച ലോകങ്ങളൊക്കെ നമ്മൾ കാണും. മുഅ്മിനാണെങ്കിൽ കാണും. അല്ലാഹു തൗഫീഖ് തരട്ടെ. നിങ്ങൾ ആലോചിക്കുക, ആകാശത്തെ കുറിച്ച് പറയാനല്ലാതെ ഇതുവരെ ആകാശം കാണാൻ ഒരാൾക്കല്ലാതെ കഴിഞ്ഞിട്ടില്ല. അതാരാണ്? ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഒന്നാം ആകാശം, രണ്ടാം ആകാശം, അങ്ങനെ 7 ആകാശങ്ങളും കടന്നു പോവുകയാണ് റൂഹുകൾ. ഈ റൂഹുമായി മലക്കുകൾ 7 ആകാശത്തിനും മുകളിൽ ഒരു ലോകമുണ്ട്. ആ ലോകത്തിന്റെ പേരാണ് ഇല്ലീൻ. ഇന്നൽ അബ്റാറ ലഫീ ഇല്ലീൻ. മലക്കുകൾ ഈ റൂഹുമായിലേക്ക് ഇല്ലീനിലേക്ക് എത്തുമ്പോഴേക്ക് അല്ലാഹുവിന്റെ ശരീരം വരുന്നു. കുതുബു കിതാബ അബ്ദി ഫി ഇല്ലീൻ. എന്റെ കിതാബ് നിങ്ങൾ ഇല്ലീനിൽ രേഖപ്പെടുത്തണം. വർജിഊഹു ഇല ദുനിയ. ദുനിയാവിലേക്ക് അവനെ നിങ്ങൾ മടക്കണം. നല്ല ശ്രദ്ധിക്കണം, നമ്മളെ വിഷയത്തിൽ നമ്മൾ കിടക്കുന്നത് അദൃശ്യ ലോകത്തെ ജീവിതം. ദുനിയാവിലേക്ക് നിങ്ങൾ അവനെ മടക്കണം. ഫഇന്നീ ഖലഖതുഹു മിൻഹാ വഫീഹാ ഉഈദുഹു വമിൻഹാ ഉഖ്രിജുഹു താറതൻ ഉഖ്റാ. മലക്കുകൾ അവിടെ നിന്നൊരു അശരീരി കേൾക്കുകയാണ്. ഈ അടിമയുടെ കിതാബ് നിങ്ങൾ ഇല്ലീനിൽ രേഖപ്പെടുത്തണം. വർജിഊഹു ഇല ദുനിയ. അവനെ നിങ്ങൾ ദുനിയാവിലേക്ക് മടക്കണം. ഫഇന്നീ ഖലഖതുഹു മിൻഹാ. ഞാൻ അവനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഭൂമിയിൽ നിന്നാണ്. വമിൻഹാ ഉഖ്രിജു ഫീഹാ ഉഈദുഹു. ആ ഭൂമിയിലേക്ക് ഞാൻ ഒന്നുകൂടെ അവനെ മടക്കുകയാണ്. വമിൻഹാ ഉഖ്രിജുഹു താറതൻ ഉഖ്റാ. ഒരിക്കൽ കൂടെ ഭൂമിയിൽ നിന്ന് ഞാൻ അവനെ പുനർജീവനം ചെയ്യുന്നതാണ് എന്ന ശരീരം കേൾക്കുന്നു. അപ്പോഴേക്കതാ മലക്കുകളെ ആത്മാവുമായി ഭൂമിയിലേക്ക് വരികയാണ്. അപ്പോഴേക്ക് ഈ മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ വീട്ടിൽ നിന്ന് അയാളെ കുളിപ്പിച്ച് കഫം ചെയ്ത് മറ്റുകെട്ടിൽ വെച്ച് പള്ളിക്കിലേക്ക് കൊണ്ടുവന്ന നിസ്കാരം കഴിഞ്ഞ് നേരെ പള്ളിക്കാട്ടിലേക്ക് അയാളെ കൊണ്ടുവരികയാണ്. അപ്പോഴേക്കതാ മലക്കുകൾ റൂഹുമായി മേൽഭാഗത്തു നിന്നോ ഉമ്മയുടെ ഗർഭത്തിലേക്ക് നാശമാകുമ്പോൾ ഏത് അല്ലാഹുവാണോ മലക്കുകളോട് ആ ഗർഭപാത്രത്തിലുള്ള മാംസപിണ്ഡത്തിലേക്ക് റൂഹ് നിക്ഷേപിക്കാൻ പറഞ്ഞത്, അത് അല്ലാഹുവാണ്. മലക്കുകളോട് റൂഹുമായി മയ്യിത്തിലേക്ക് നിന്നുകൊണ്ട് നിക്ഷേപിക്കാനായി റബ്ബിന്റെ കൽപ്പന വരുന്നത്. അങ്ങനെയതാ ഈ മനുഷ്യന്റെ ശരീരം ഖബറിലേക്ക് വെക്കുകയാണ്. മനുഷ്യന്റെ ശരീരം ഖബറിലേക്ക് വെക്കുന്നു. മുഅ്മിനായ മനുഷ്യനാണോ അയാളുടെ മയ്യിത്ത് ഖബറിന്റെ അടുക്കലേക്ക് എത്തുമ്പോഴേ ഖബർ അയാളെ സ്വാഗതം ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു ആ വിഭാഗത്തിൽ നമ്മൾ പെടുത്തി തരട്ടെ. ഖബർ സ്വാഗതം ചെയ്യുന്നു. മുഅ്മിനായ ആളാണോ അയാളെങ്കിൽ, ഈ മരിക്കാൻ കിടക്കുന്നയാൾ മോശപ്പെട്ട തമ്മാടിയായ ആളാണോ, ശ്രദ്ധിക്കണ അയാളുടെ റൂഹത മലക്കുകൾ പിടിച്ചു വലിക്കുന്നു. സമയത്ത് വല്ലാത്ത വേദനയായിരിക്കുന്നു. മരിക്കുമ്പോ തന്നെ വല്ലാത്ത വേദന. മഹാന്മാർ പറഞ്ഞത് മരണത്തിന്റെ ഒരു വേദന എന്ന് പറഞ്ഞാൽ 300-ലധികം തവണ മനുഷ്യ ശരീരത്തിൽ ജീവനോടെ മുറിക്കുന്ന വേദനയാണ് മരണത്തിന്റെ ഒരു വേദന. നമ്മളൊക്കെ സഹിക്കണ്ടേ? പഠിച്ചോനെ എളുപ്പാക്കി തരണേ അല്ലാ. ഇന്ന് ഈ സദസ്സിൽ പ്രധാനമായി നമ്മൾ ദുആ ചെയ്യുന്ന വിഷയം അതാണ്. നിങ്ങൾ കണ്ടില്ലേ, ചില ആളുകൾ മരിക്കണ അവസാന ഘട്ടത്തിൽ എല്ലാവരും കാണുന്നത് നല്ലതാണ്. വായ എങ്ങനെ തുറന്നു പിടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണല്ലോ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, രണ്ട് കണ്ണടക്കണം, താടി കെട്ടണം എന്ന് പറയാൻ കാരണം എന്താ? വായ എങ്ങനെ തുറന്നു പിടിച്ചിട്ടുണ്ടാവും. അസഹനീയമാകുമ്പോൾ വായ തുറന്നു പിടിക്കലപ്പോഴാണ്. പക്ഷെ ആ ശബ്ദം വെളിയിലേക്ക് വരുന്നില്ല. എന്താ കാരണം? മരിക്കാൻ കിടക്കുന്ന ആളുകൾ കരയുന്ന കരച്ചിലിന്റെ ശബ്ദം വെളിയിലേക്ക് വരികയും ജനങ്ങൾ കേൾക്കുകയും ചെയ്തിരുന്നെങ്കിൽ ലമാതോ അജ്മഈൻ, കേൾക്കുന്ന മുഴുവൻ ആളുകൾ
മരിച്ചു പോകുമായിരുന്നു. കാരണം അത്രമേൽ ശക്തമാണ് ആ വേദന. അല്ലാഹു ലഘൂകരിച്ചു തരട്ടെ. അല്ലാഹുവേ ലഘൂകരിച്ചു തരണേ അല്ലാ. കാലിലൊരു മുള്ളു കുത്തുമ്പോൾ കരയുന്ന നമ്മൾ, ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ കരയുന്ന നമ്മൾ, ഷുഗർ ടെസ്റ്റ് ചെയ്യാനായി ശരീരത്തിലേക്ക് സൂചി പായിക്കുമ്പോൾ വേദനിക്കുന്ന നമ്മൾ ചിന്തിക്കണേ, അതിനേക്കാൾ ലക്ഷക്കണക്കിന് മടങ്ങ് വേദനയുള്ള മരണത്തിന്റെ വേദന എങ്ങനെ സഹിക്കുമെന്ന്. ഏതായാലും മലക്കുകൾ പിടിച്ചു വലിക്കുന്നു ഈ ആത്മാവിനെ, എന്നിട്ട് മേലോട്ട് കൊണ്ടുപോവുകയാണ്. ഒന്നാം ആകാശത്തിന്റെ അടുക്കലെത്തും. തമ്മാടിയാണ് ഇയാൾ. മലക്കുകൾ ആകാശത്തിന്റെ കവാടത്തിന് മുട്ടുന്നു. മറുഭാഗത്തു നിന്ന് ചോദ്യമാരുടെ ആത്മാവാൻ പറയുന്നു, ഭൂമിയിൽ പരിചയപ്പെടുത്തപ്പെട്ട ഏറ്റവും മോശമായ പേര്. ആ സമയത്ത് ദേഷ്യം പിടിച്ചു മലക്കുകൾ ആ ആത്മാവിനെ ഭൂമിയിലേക്ക് ഒരു ഏകയൻ പഴയയാളെ കുളിപ്പിച്ച് കവം ചെയ്ത് നേരെ കൊണ്ടുവന്നിട്ടുണ്ടാകും ഖബറിലേക്ക്. തമ്മാടിയായ ആളാണോ, അല്ലാഹുവിനാണോ, പടച്ചറബിനെ മറന്നവനാണോ ഖബറിലേക്ക് ചെല്ലുന്നത്? പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഖബറദാ ഗർജിക്കുകയാണ്. സയ്യിദുനാ ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഇന്നലിൽ ഖബറി ലിസാനൻ യൻതിഖ്. ഖബറിനെ സംസാരിക്കുന്ന നാവുണ്ട്. ഖബർ സംസാരിക്കും. ഖബർ സംസാരിക്കും അല്ലേ? ശാസ്ത്രം പറയുണ്ടല്ലോ, ഈ മാവ് ഒരു 2025 ആയാൽ ചിലപ്പോൾ സംഭവിക്കും. ഒരു 2030 ആയാൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള പോക്ക് ഈ മാവ് ശാസ്ത്രം പറയും. ഈ മാവ് 2025 2030 ഉണ്ടെങ്കിൽ കാണാം. ഈ മാവില് ശാസ്ത്രം രൂപകൽപ്പന ചെയ്യാൻ പോകുന്ന പ്രത്യേക മെഷീൻ കൊണ്ടുവന്ന് ഘടിപ്പിച്ചാൽ നിങ്ങൾ അതിലേക്ക് അടിച്ചു കൊടുത്തു 1880 അല്ലെങ്കിൽ 2011 മാർച്ച് 14 ഇവിടെ നടന്ന 8 മണിക്ക് ഇവിടെ നടന്നൊരു പ്രഭാഷണം നിങ്ങൾക്ക് അതേ ശൈലിയിൽ കേൾക്കണമെന്നുണ്ടോ? അങ്ങനെയാവുമ്പോ എന്താവുന്നറിയോ, ഇപ്പൊ നടക്കണേക്കാളും വ്യക്തമായി കള്ളത്തരങ്ങൾ പിടിക്കാൻ കഴിയും അല്ലേ? ഫോൺ ഞങ്ങൾ എവിടെയെന്ന് വെച്ചാൽ ഞാൻ കോഴിക്കോട്ടാന്നറിയോ, ഏടോ അതിന്റെ വിശദ തന്നെ ഉണ്ടാവും. ഞാൻ കോഴിക്കോട്ടാണ്, തിരിയുന്നില്ല. എന്നാ കുറച്ച് കഴിഞ്ഞാൽ ഇയാൾ ഫോൺ ചെയ്യുമ്പോൾ തന്നെ ഇയാൾ ഇപ്പൊ ഉണ്ട് അല്ലേ, ഇയാൾ എവിടെയാണ് ഉള്ളത് എന്ന് ഈ വിളിക്കുന്ന ആരുടെ ക്യാമറയിൽ സ്ക്രീൻ കാണിക്കാൻ തുടങ്ങും. സംവിധാനം എത്ര വലുതാണ്. ഈയിടെയായി ഒരാളുടെ വണ്ടി ഓവർ സ്പീഡിൽ പോയപ്പോൾ പിടിച്ചു. ഇയാളുടെ വീട്ടിലേക്ക് ലെറ്റർ വന്ന് നോക്കുന്ന സമയത്ത് ആ വണ്ടി പാസ് ചെയ്യുന്ന സ്ഥലം വരെ ഫോട്ടോയിലുണ്ട്, ഇവന്റെ പേപ്പറിലുണ്ട്. ആ സമയത്ത് മീറ്ററിൽ കാണിക്കുന്ന സ്പീഡ് നിരാകരിക്കാൻ കഴിയില്ലല്ലോ. നിങ്ങൾ ചിന്തിക്കണേ, രാജാതിരാജനായ അല്ലാഹുവിന്റെ കോടതിയിലെ വിസ്താരത്തെ കുറിച്ച് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. യൗമഇദിൻ തുഹദ്ദിഥു അഖ്ബാറഹാ ബിഅന്ന റബ്ബക ഔഹാലഹാ. അല്ലാഹുവിന്റെ കോടതിയിൽ ഭൂമി സംസാരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. പുണ്യ നബി പറഞ്ഞല്ലോ, ഇഹ്ഫദുൽ അർള, ഭൂമിയെ നിങ്ങൾ സൂക്ഷിക്കണേ, ശ്രദ്ധിക്കണേ. ഫഇന്നഹാ ഉമ്മുകും, അത് നിങ്ങളുടെ ഉമ്മയാണ്. നിങ്ങൾ പറയുന്നതെല്ലാം നിങ്ങളുടെ ഉമ്മ പിടിച്ചെടുക്കുന്ന പോലെ. ഉമ്മയുള്ള എല്ലാം പിടിച്ചെടുക്കുക. വാപ്പാക്ക് ഓർമ്മൊന്നും ഉണ്ടാവില്ല, വാപ്പ മറന്നു പോകും. വാപ്പ കേട്ടത് ചിലപ്പോ അങ്ങനെ പിടിച്ചെടുത്തോളുന്നില്ല, ഉമ്മ പിടിച്ചെടുക്കും. ഞാൻ വീട്ടിൽ എനിക്ക് 2.25 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. ഞാൻ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് എന്റെ ഭാര്യ പറയും, ചില ദിവസവും അവർക്ക് 2.25 വയസ്സാണ് കുട്ടികൾ, ചില പ്രായത്തിന്റെ പക്വതക്ക് അതിന് മുകളിൽ ചില വർത്താനൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് പിടിച്ചെടുക്കുമല്ലോ. എന്നോട് പറയുള്ളൂ, അങ്ങനെ പറഞ്ഞോളൂ, അങ്ങനെ പറഞ്ഞോ. പുണ്യ നബി പറയാൻ, ഭൂമി നിങ്ങളുടെ ഉമ്മയാണ്. നിങ്ങൾ പറയുന്നതെല്ലാം ഭൂമി പിടിക്കുന്നു, സൂക്ഷിക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. പുണ്യ നബി പറയുന്നത്, ഖബർ സംസാരിക്കും. നീ തമ്മാടെ ശരീരവുമായി ഖബറിന്റെ അടുക്കലേക്ക് എത്തും. ഖബറദാ ശപിക്കുകയാണ്, എടാ തമ്മാടി, നിന്നെയാ ഞാൻ ഇതുവരെ കാത്തിരുന്നതിങ്ങുവാ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചല്ലോ. ഞാൻ പറയുന്നത് 2025 ആകുമ്പോഴേക്ക് ശാസ്ത്രം പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇതിന് കഴിയും. എന്താ 2001 സംസാരിച്ച ഡേറ്റിലെ ഒരാളുടെ വാക്ക് നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ ഈ മരം നിങ്ങൾക്ക് പറഞ്ഞു തരും. ആരാ പറഞ്ഞ? ശാസ്ത്രം.
അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് സയ്യിദുനാ ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ പറയാണ്, പൊന്നുനബി പറയാണത്രേ, ഖബറദാ ഇയാളോട് സംസാരിക്കുന്നവടോ, എന്റെ റബ്ബിനെ ധിക്കരിച്ചവനെ ഇങ്ങ് കടന്നു വാ, നിന്നെ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. പൊന്നുനബി തങ്ങൾ പറഞ്ഞല്ലോ, ഏതൊരു മനുഷ്യനോടും ഭൂമി സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടത്രേ. പക്ഷേ കേൾക്കാനുള്ള കഴിവ് നമ്മൾക്കില്ലാത്തത് കൊണ്ടാണ് പൊന്നുനബി ഇത് പറഞ്ഞു തന്നത്. കേൾക്കുമായിരുന്നെങ്കിൽ റസൂലുള്ളാഹി പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അല്ലാഹു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, വമാ യംതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. മനുഷ്യരോഗം അറിയേണ്ട കാര്യമായതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു തരുന്നത്. ഭൂമി ഏതൊരു മനുഷ്യനോടും പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അത്ര എന്താ പറയുന്നത്? യബ്ന തംശി അലാ ളഹരി വസതകൂനു ഫീ ബത്നി. എന്റെ ഭൂമുഖത്തുകൂടെ സഞ്ചരിക്കുന്ന മനുഷ്യ, നീ എന്റെ അകത്തളത്തിൽ വന്ന് കിടക്കാനുള്ള ആളാണെന്ന ബോധം നിനക്ക്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആളെന്താ പറയണത് ഭാര്യയോട്? ഞാൻ ഇന്ന് വരാൻ കുറച്ച് വൈകും, 8 മണിയാവും. അതേ മനുഷ്യന് അയാൾ ഇറങ്ങുമ്പോ ഭൂമി അയാളോട് പറയണ്ടോ, തംശി അലാ ളഹരി വസതസീറു ഫീ ബത്നി. നീ ജീവനോടെ തിരിച്ചു വരില്ല, നീ ഇത്ര സമയമാകുമ്പോൾ എന്റെ അകത്തളത്തിൽ വന്ന് കിടക്കേണ്ട ആളാണ്. ഓർമ്മയുണ്ടോ എന്ന് ഭൂമി ചോദിക്കുന്നുണ്ടത്രേ. അദൃശ്യ ലോകത്തെ ജീവിതത്തെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഭൂമി. ആരാ പഠിപ്പിക്കുന്നത്? ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, വീണ്ടും ഭൂമി പറയുന്നുണ്ടത്രേ, ഭൂമി ചോദിക്കുന്നുണ്ടത്രേ മനുഷ്യനോട്, തലഹഖു അലാ ളഹരി വസതബകി ഫീ ബത്നി. ഈ ഭൂമുഖത്തിൽ നിന്ന് പൊട്ടിച്ചിരിക്കുന്ന മനുഷ്യ, നീ ചിന്തിക്കുക, നീ എന്റെ അകത്തളത്തിൽ വന്ന് പൊട്ടിക്കരയേണ്ടി വരുമെന്ന വിചാരം നിനക്കുണ്ടോ? ഭൂമി വിളിച്ചു ചോദിക്കുന്നുണ്ട് മനുഷ്യനോട്. അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ, ഭൂമി മനുഷ്യനോട് ചൊന്നത്തിന്റെ ഭൂമി നീ സന്തോഷിക്കുകയാണല്ലേ, എന്റെ അകത്തളത്തിൽ വന്ന് ദുഃഖിക്കരുമാ. ഭൂമി പറയുന്നുണ്ടത്രേ, നീ എന്റെ ഭൂമുഖത്തിരുന്ന് വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ, എന്റെ അകത്തളത്തിൽ നിന്നെ എന്റെ അകത്തളത്തിൽ നിന്നൊക്കെ തിന്നാനായി, എന്നെ ഭക്ഷണമാക്കാനായി പുഴുക്കൾ കാത്തിരിക്കുകയാണ്. ഈ വിവരം നിനക്കറിയുമോ എന്ന് ഭൂമി വിളിച്ചു ചോദിക്കുന്നുണ്ട്. ആരാ പഠിപ്പിക്കുന്നത്? ശഫീഉനാ റസൂലുള്ളാഹി. ഞാൻ എന്റെ സഹോദരങ്ങളോട് പറയാ, ഭൂമിയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ചിന്തിക്കണം, ഭൂമി വർത്താനോട് പറയുന്നുണ്ട്. ഞാൻ ഓർക്കുന്നു, ഒരു ദിവസം എന്നോടൊരാൾ പറയാൻ, മഗ്‌രിബാകുമ്പോൾ അയാൾ പറയുകയാണ്, ഉസ്താദേ, ഇന്ന് രാവിലെ ഈ റോട്ടിലൂടെ പോയ ആളാണ്, ജീവനോടെ പോയ ആൾ. ഞാൻ അയാളെ കണ്ടിട്ടുണ്ട്. അന്ന് മഗ്‌രിബാകുമ്പോഴേ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് മയ്യിത്തായി. അതേ റോട്ടിലൂടെ മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതേ റോട്ടിലൂടെ ഞാൻ കാണുന്നത്, രാവിലെ സുബഹി ഞാൻ കണ്ടാറേ മയ്യിത്ത് ഹബീബ നബിയുനാ റസൂലുള്ളാഹി. അദൃശ്യമായ ലോകത്തേക്ക് നമ്മളെ കടന്നു ചെല്ലുമ്പോൾ ഉള്ള ആദ്യ രംഗം റസൂലുള്ളാഹി വിശദീകരിക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം, എടോ തമ്മാടി, ഇങ്ങ് വാ, നിന്നെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. മയ്യിത്ത് ഖബറിലേക്ക് കഥാ മയ്യിത്ത് താഴ്ത്തി വെക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോഴേക്ക് ഈ ആത്മാവതാ ശരീരവുമായി ടച്ചാവുകയാണ്. ആത്മാവ് ശരീരവുമായി ടച്ചാകുന്നു. മയ്യിത്തതാ ഖബറിലേക്ക് താഴ്ത്തി വെക്കുകയാണ്. മയ്യിത്ത് ഖബറിലേക്ക് താഴ്ത്തി വെച്ചാലുള്ള രണ്ടാമത്തെ രംഗം എന്താണ്? അദൃശ്യ ലോകത്തെ ജീവിതത്തിന്റെ രണ്ടാമത്തെ ഘട്ടം എന്തെന്നറിയുമോ? വനാദാഹു ജീറാനുഹു. ഈ കിടക്കുന്ന മയ്യത്തിന്റെ പരിസരത്തുള്ള മയ്യത്തുകൾ മുഴുവൻ ഇയാളെ വിളിച്ചു ചോദിക്കുകയാണ്. അയാളെ വിളിക്കാണല്ലേ, ഒരാളൊരു വീട്ടിൽ കൂടിയാൽ അയാളെ വീട്ടിൽ ആദ്യം വരില്ലാരാ? ആ തൊട്ടടുത്ത വീട്ടുകാർ. മരിച്ചാലും അങ്ങനെ തന്നെ. ഖബറിൽ നമ്മളെ കൊണ്ടുപോയി കിടത്തിയാലും ആദ്യം നമ്മളോട് സംസാരിക്കലാരാ? നമ്മളപ്പുറത്തും ഇപ്പുറത്തൊക്കെ കിടക്ക വേറെ അവര് ചോദിക്കടോ, കഴിഞ്ഞ ആഴ്ചയല്ലേ നീ എന്നെ ഇവിടെ കൊണ്ടുപോയി കിടത്തിയത്?
എന്നെ ഖബറിലേക്ക് ഇറക്കിയത് നീയല്ലേ? എന്റെ കവിളത്ത് നിന്ന് തുണി നീക്കിയിട്ട് മണ്ണിനോട് എന്റെ കവിളിനെ പതിച്ചു വെച്ചത് നീയായിരുന്നില്ലേ? നിനക്കെന്തേ ബോധം വരാതിരുന്നത്? നീ കഴിഞ്ഞ ആഴ്ചയല്ലേ എന്നിട്ട് പോയത്? ഖബറിന്റെ അവസ്ഥ എന്ത് എന്ന് നിനക്കറിയാവില്ലേ? നീ എന്തേ ഈ ജീവിതത്തിന് വേണ്ടി ഒരുങ്ങാതിരുന്നത്? രണ്ടാമത്തെ അടിയാണത്. പഴയക്കവനാകെ ടെൻഷനാകുന്നു. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ചുറ്റുഭാഗത്തും നിൽക്കുന്ന ആളുകൾ മേലെ മൂടുകല്ലെടുത്ത് വെച്ച് ചുറ്റുഭാഗത്തും നിൽക്കുന്ന ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. ഭാഗത്തും നിൽക്കുന്ന ആളുകളുടെ ആ മണ്ണ് വാരി എറിയുകയാണ് ഖബറിന്റെ മുകളിലേക്ക്. അപ്പോഴേക്ക് അടിഭാഗത്ത് സംഭവിക്കുന്നത് എന്താണ്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അപ്പോൾ ഖബറിന്റെ അടിഭാഗത്ത് താഴ്ഭാഗത്ത് സംഭവിക്കുന്നത്. പുണ്യനബി പറയാണ്, മൂന്നാമത്തെ രംഗം അതാണ് എന്റെ സഹോദരങ്ങളെ. അദൃശ്യമായ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്ന ആദ്യ രംഗങ്ങളാണിത്. പിന്നെയുള്ള ലോകം എന്ത് എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണതാ ഖബറിന്റെ അടിഭാഗത്ത് നടക്കുന്നത്. മേരെ മൂടുകല്ലെടുത്ത് വെച്ച് മണ്ണ് വാരിയിടുമ്പോൾ സംഭവിക്കുന്നതെന്താ? ഖബറിന്റെ ഇരുഭാഗവും നീ മയ്യിത്തിനോട് ചേരുകയാണ്. ലാ യൻജു മിൻഹു സാലിഹുൻ വലാ ത്വാലഹ്. നല്ല മനുഷ്യനോ മോശ മനുഷ്യനോ എന്ന വ്യത്യാസമില്ല, എല്ലാവർക്കും ഈ അനുഭവമുണ്ട്. പക്ഷേ മനുഷ്യനാണോ സ്നേഹനിധിയായ മാതാവ് തന്റെ ആലിംഗനം ചെയ്യുന്ന പോലെ മോശപ്പെട്ട മനുഷ്യനാണോ അയാളെ ഭൂമി ഏതാ കൂട്ടിയിരിക്കുകയാണ്. ഭൂമി വന്ന് ജാമാകുന്നു അയാളുടെ പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അയാളുടെ വാരി എല്ലുകൾ പോലും കൂർത്തിണക്കപ്പെട്ടു പോവുകയാണ്. ഒരൊറ്റഹാണത്രേ ഖബറിന്റെ അകത്ത് നിന്ന് കേൾക്കാൻ ഭൂമിയിലുള്ള ഒരാൾക്കും കഴിയില്ല. പക്ഷേ അല്ലാഹു മനുഷ്യർക്കും ജിന്നുകൾക്കും കേൾക്കാനുള്ള കഴിവ് കൊടുത്തില്ല. മറ്റു ജീവജാലങ്ങൾക്ക് കേൾക്കാനും കഴിയുമത്രേ. കണ്ടിട്ടില്ലേ, മയ്യിത്ത് കൊണ്ടുപോകുന്ന സമയത്ത് മയ്യിത്ത് കൊണ്ടുപോകുന്ന പറമ്പിന്റെ അടുത്ത് കെട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ വഴിയുടെ അടുത്ത് കെട്ടിയിരിക്കുന്ന മൃഗങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാതോർക്കുന്നത്, കാതിങ്ങനെ കൂർപ്പിച്ചു വെക്കുന്നുണ്ടാകും. പുല്ല് തന്നുകൊണ്ടിരിക്കുന്ന മൃഗം പെട്ടെന്ന് പുല്ല് നിർത്തി ബേജാറായി നോക്കുന്നത് കാണാം. ഖബർസ്ഥാനിലാണോ മൃഗമുള്ളത്? ഖബറിന്റെ അകത്തളത്തിൽ കിടക്കുന്ന ഈ ആർപ്പ് വിളികൾ കേൾക്കാൻ മൃഗത്തിന് കഴിയും. മൃഗം വെപ്രാളം കാണിക്കുന്നത് കാണാം. എന്റെ സഹോദര, ആലോചിക്കണേ, മനുഷ്യർക്കും ജിന്നിനും അത് കേൾക്കാനും കഴിയില്ലെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. നമ്മുടെയൊക്കെ അവസ്ഥ എന്താണോ? അല്ലാഹുവേ, രാജാതിരാജനായ അല്ലാഹ്, ഞങ്ങൾ ചെയ്തു പോയ എല്ലാ പാപങ്ങളും നീ ഞങ്ങൾക്ക് പൊറുത്തു തരണേ അല്ലാഹ്, പൊറുത്തു തരണേ അല്ലാഹ്. സമസ്തയുടെ ആദ്യകാല പ്രസിഡന്റായിരുന്ന മുൻപ് പ്രസിഡന്റായിരുന്ന മഹാനായ തങ്ങൾ അവരുകളല്ലേ ഇന്ന് മരണപ്പെട്ടു പോയത്? മഹാനായ തങ്ങൾ മരിച്ചുപോയല്ലോ. അല്ലാഹുവരുടെ ഖബറാകട്ടെ. ആ അസ്ഹരി തങ്ങൾ നിങ്ങൾ ആലോചിക്കണം, ഇന്നലെ ഈ സമയം മഹാനവകൾ ജീവിച്ചിരിക്കുകയാണ്. ഈ പറഞ്ഞ ആമുഖങ്ങളെല്ലാം തരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഈ നാടിന്റെ അടുത്തുനിന്ന് ഒരാൾ മരിച്ചുപോയുള്ള ഒരു പെണ്ണുങ്ങൾ, ആ പെണ്ണുങ്ങൾ ഈ ആദ്യ രാത്രിയുടെ തരണങ്ങളെല്ലാം കഴിഞ്ഞ് അടുത്ത രാവുകളിലേക്ക് കടക്കുകയാണ്. എന്താണ് എന്റെ പ്രിയമുള്ളവരെ, നാലാമത്തെ രംഗം എന്താണ്? ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇയാൾ ഈ ചുറ്റുഭാഗത്തും നിൽക്കുന്ന ഖബറടക്കാൻ വന്ന ആളുകൾ ഖബറിന്റെ അടുത്ത് നിന്ന് മൂന്നടി വെച്ച് കഴിഞ്ഞാൽ, അതാ റസൂലുള്ള സമയം പറഞ്ഞത്, ഈ ചുറ്റുഭാഗത്തും നിൽക്കുന്ന ആളുകൾ സലാസു ഖത്വാത്തിൻ മൂന്നടി വെച്ച് കഴിഞ്ഞാൽ അതാഹുൽ മലകാനിൽ അലീമാനിൽ ഹായിലാനിൽ മുസമ്മയാനി ബിമുൻകരിൻ വനകീരിൻ അലൈഹിമസ്സലാം. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അതാഹുൽ മലകാൻ, രണ്ട് മലക്കുകൾ അയാളുടെ അടുത്ത് വരികയാണ്. അൽ-അലീമാനിൽ ഹായിലാൻ, ത്തിലുള്ള രണ്ട് മലക്കുകളാണ്. അൽ മുസമ്മയാനി ബിമുൻകരിൻ വനകീരിൻ അലൈഹിമസ്സലാം, അവരുടെ പേര് മുൻകർ നകീർ എന്നാണ്. ആ രണ്ട് മലക്കുകൾ ആ ഖബറിലേക്ക് വരും. പണ്ടൊക്കെ മനുഷ്യന്മാർ ചോദിച്ചിരുന്നു, അങ്ങനൊക്കെ ഖബറിലേക്ക് വലിയ മനുഷ്യൻ മാത്രമോ?
ഒരു സ്ഥലത്ത് ഒരാൾ മരിച്ചു, ഖബറെടുക്കാൻ നടന്നു. ഖബറിലെ ചോദ്യം ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി മൈക്ക് വെച്ചു കൊടുത്തു. മരിച്ചു, ഒരാൾ രഹസ്യമായി അങ്ങനെ ഇരുന്നു, ഖബറിലെ ചോദ്യം ഉണ്ടോ എന്നറിയാൻ. ഇയാൾ മരിച്ചുപോയി. ഇയാൾ മരിച്ചുപോയി. മനുഷ്യൻ മംഗത്തം ചെയ്ത കാലുണ്ടായിരുന്നു. ഇന്ന് വിശ്വാസം കുറഞ്ഞു പോകുന്ന കാലഘട്ടത്തിൽ അള്ളാഹു വിശ്വാസം നിലനിർത്താൻ പറ്റാവുന്ന സംവിധാനം മനുഷ്യൻ മുഖേന തന്നെ അള്ളാഹു കൊണ്ടുവന്നതാണ്. മനുഷ്യൻ. ഞാൻ സ്ഥലത്ത് പോയപ്പോ എന്നോട് ഒരാൾ പറഞ്ഞു, അയാളുടെ മൊബൈലിൽ സ്ക്രീൻ കാണിച്ചു തന്നിട്ട് പറഞ്ഞു, സാറേ ദാ നിങ്ങൾ ഇന്ന സ്ഥലത്ത് നിക്കാഹിനിരിക്കുന്ന ഫോട്ടോ ആണ്, നിങ്ങൾ അയാൾ നിക്കാഹിൽ ഉണ്ടായിരുന്നില്ലേ? ഞാൻ നോക്കുന്ന സമയത്ത് അയാളുടെ മൊബൈൽ സ്ക്രീനിന്റെ വലിപ്പം എന്റെ ഈ ചൂണ്ടുവരില്ല അത്ര വലിപ്പം ഉണ്ടാവുള്ള മൊബൈലിന്റെ സ്ക്രീനിന്. ഞാൻ 6 അടി പൊക്കല്ലേ, 6 അടി പൊക്കണ്ട ഞാൻ ഇത്ര ഉണ്ടാവും, ഇത്ര ഉണ്ടാവും, ഒരു 5-5.5 അടി ഉണ്ടാവും. 5 അടി കൂട്ടുക. 5 അടി പൊക്കമുള്ള ഞാൻ എങ്ങനെ ഒരു 2 ഇഞ്ചോ 3 ഇഞ്ചോ മാത്രം വലിപ്പമുള്ള സ്ക്രീനിൽ ഞാൻ എങ്ങനെ അകപ്പെടുന്നു? നിങ്ങൾ ചിന്തിക്കണം. ഖബറിലേക്ക് അതാഹുൽ മലകാനിൽ ഹായിലാനിൽ മുസമ്മയാനി ബിമുൻകറിൻ വനകീരിൻ അലൈഹിമസ്സലാം. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടുപേരും കടന്നു വരും. എന്നിട്ടോ ഈ 3 അടിയങ്ങളെ കടന്നു വന്നിട്ട് ഉണർത്തും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞ അന്നൗമു അഖുൽ മൗത്ത്. ഉറക്കവും മരണവും തമ്മിൽ വല്ലാത്ത ബന്ധമുണ്ട്. ഉറക്കവും മരണവും തമ്മിൽ വല്ലാത്ത ബന്ധമുണ്ട്. എന്താണ് ബന്ധം? മരണത്തെക്കുറിച്ച് ഒരാൾ പഠിക്കാൻ ഉറക്കത്തെക്കുറിച്ച് അയാൾ പഠിച്ചാൽ മതി. എല്ലാ രീതിയിലുമല്ല, ഒരുപാട് ബന്ധമുണ്ട്. ഇയാളങ്ങനെ ഉണർത്തും. എന്നിട്ട് അയാളെ പിടിച്ചിരുത്തും. അവർ രണ്ടുപേരും അയാളോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും. വിചാരണയാണത്. ഒന്നാമത്തെ വിചാരണയാണ്. എന്തൊക്കെയാണ് അയാളോട് ചോദിക്കുക? ആദ്യം വിശ്വാസപരമായ കാര്യം. ഞാൻ നിനക്ക് 60 കൊല്ലം തന്നില്ലേ? അള്ളാഹുവിന്റെ മലക്കുകൾ ചോദിക്കും, അല്ല നിനക്ക് 60 കൊല്ലം തന്നില്ലേ? നീ ആ കാലഘട്ടത്തിൽ എന്തൊക്കെ ചെയ്തു? ഈമാനിന്റെ ഭാഗമാണ് ചോദിക്കുന്നത്. മർറബ്ബുക, ആരടാ നിന്റെ റബ്ബ്? ഒന്നാമത്തെ ചോദ്യം. മുഅ്മിനായ മനുഷ്യനാണോ അയാൾ പറയും റബ്ബി അല്ലാഹുവേ, എന്റെ റബ്ബ്, എന്റെ മലക്കുകളെ, എന്റെ റബ്ബ് അല്ലാഹുവാൻ. അത് പറയാൻ കഴിയലാർക്കാ? എപ്പോഴും അല്ലാ 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 എന്ന വിചാരം അല്ലേ? പണ്ട് 2 ആളുകൾ വേറൊരു സ്ഥലത്ത് പോയിട്ട് നാട്ടിൽ പോയി ജീവിക്കാം. അവരുടെ പേരല്ല പരിചയം. വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് ചാടിപ്പോയതായിരിക്കും, വേറെന്തോ പേരാ പറഞ്ഞു. അപ്പൊ ഇവര് ചാടിപ്പോന്നതാണോ എന്നല്ലേ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ ആളുകൾ ഇവരോട് എപ്പോ പേര് വയ്ക്കുമ്പോൾ മറിച്ച് വേറൊരു പേര് അവൾക്ക് പരിചയപ്പെടുത്തി. അതെന്നെയാണോ ഒറിജിനൽ പേര് എന്ന് അറിയാൻ വേണ്ടി ഇവർ ചെയ്തെന്നറിയും. ഇവർ രണ്ടുപേരും അർദ്ധരാത്രി നല്ല ഉറക്കത്തിലാണ്. പെട്ടെന്ന് ഇവരെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താ എന്റെ പേരെന്ന് ചോദിച്ചു. അപ്പം ശരിക്കുള്ള പേര് പറഞ്ഞു. എന്താ കാരണം? അതെപ്പോഴും ബോധമണ്ഡലത്തിൽ ഉണ്ടാവും. എപ്പോഴെങ്കിലും പറയുന്നത് ബോധമണ്ഡലത്തിൽ ഉണ്ടാവില്ല. എന്തിനാ അല്ലാഹു നിസ്കരിക്കാൻ പറഞ്ഞത്? നിസ്കാരം അല്ലാഹു അക്ബർ. എന്താ? അല്ലാഹു എന്ന ആ വിചാരം ബോധമണ്ഡലത്തിലേക്ക് കടത്തിവിടുകയാണ്. നല്ല ശ്രദ്ധിക്കണേ, ആ വിചാരം ബോധമണ്ഡലത്തിലേക്ക് കടത്തിവിടുകയാണ്. അങ്ങനെയല്ലോ ഒരാളെ എപ്പോഴും എന്താണോ പറയുന്നത് അതായിരിക്കും അയാൾ പെട്ടെന്ന് അബോധാവസ്ഥയിലും പറയാം. ഒരാൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എന്താണോ പറയുന്നത് അതായിരിക്കും. ചില ആൾക്കാരങ്ങൾ പറയില്ല, ചില ആൾക്കാർ എന്നോട് തന്നെ പറയില്ല, ഉസ്താദേ വാപ്പാക്ക് പ്രായക്കായി ഭയങ്കര വിഷമാണ്, ചെന്നി രോഗ, വാപ്പാക്ക് പുതിയതൊന്നും ഓർമ്മയില്ല, പഴയതൊക്കെ ഭയങ്കര ഓർമ്മ അല്ലേ? പുതിയതെന്താ ഓർമ്മയില്ലാത്തത്? പുതിയത് ഓർമ്മയില്ല, അത് ഈ ബോധമണ്ഡലത്തിലേക്ക് കടക്കാൻ മുമ്പിനെ മറന്നുപോയിട്ടുണ്ട്. പഴയതെന്തേ ഓർമ്മയായത്? പഴയ കാലത്ത് ഒരുപാട് തവണ ചെയ്തതാവും, അതുകൊണ്ടത് ബോധമണ്ഡലത്തിലുണ്ട് അല്ലേ? വർത്താനം ചിന്തിക്കണം നമ്മൾ. എന്തിനാണ് അല്ലാഹു നിസ്കരിക്കാൻ പറഞ്ഞത്? നിസ്കാരത്തിന് ചെല്ലാൻ പറഞ്ഞത് നമ്മൾ ആലോചിക്കണേ. വല്ലാത്ത അതനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഞാൻ ആലോചിക്കാം, ഒരിക്കൽ ഇതേപോലെ ഒരാൾ മരിക്കാൻ കിടക്കുന്ന സമയത്താൽ അയാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുക്കേണ്ട അടുത്തിരിക്കുന്ന ആളുകൾ.
ലാ ഇലാഹ ഇല്ലല്ലാഹ്. പക്ഷെ അയാൾ മരിക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുമ്പോൾ മൂപ്പര് ചെല്ലാൻ എന്താ പറയും? ഇറച്ചി പറഞ്ഞാല് ഞങ്ങളെ നാട്ടിൽ മലപ്പുറം ഭാഗത്തൊക്കെ ഈ മാംസം പണ്ട് അല്ലെ കൊട്ടയിലാക്കിയിട്ട് ഇങ്ങനെ നടക്കലല്ലേ, ഇപ്പോഴല്ലേ മാർക്കറ്റിൽ പോയി വാങ്ങല്. ഇപ്പൊ മുനിസിപ്പാലിറ്റി തന്നെ അതിന് വേണ്ടി ഏറ്റവും വലിയ സംവിധാനം. ഈ അടുത്തൊരു തെരഞ്ഞെടുപ്പിൽ ഞാൻ കണ്ടത്, എന്റെ നാട്ടില് ഒരാൾക്കാർ അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞത്, ഞങ്ങൾ ജയിച്ചാൽ ഏറ്റവും നല്ല വൃത്തിയുള്ള മീൻ മാർക്കറ്റും മാംസ മാർക്കറ്റും ഞങ്ങൾ ആരംഭിക്കും. പണ്ടിത് തലയിൽ വെച്ച് ഇങ്ങനെ കൊണ്ടുപോകലാണ്. അപ്പോൾ ഇങ്ങനെ പറയല് ഇറച്ചിയെന്ന്. ഇപ്പൊ പിന്നെ മീനും കൈനറ്റിക് കൊണ്ടമലാണല്ലോ അല്ലെ, മറ്റേ ആ കൈനറ്റിക് അല്ലേ അതിന് പറയാ, MIT. കൈനറ്റിക് അല്ലേ, MIT. തിരുത്തി തന്ന് അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. MIT ഇല്ല. അപ്പൊ അതിങ്ങനെ ഓണടിക്കലാണ്. പണ്ടങ്ങനല്ല ഇറച്ചി. അപ്പൊ ജീവിതത്തിൽ ഇയാൾ ഏറ്റവും കൂടുതൽ ചൊല്ലിയത് ഇറച്ചിയാണ്. വേറൊരാൾ ബസ് വിളിക്കുന്ന ആളുണ്ടായിരുന്നു ബസ്സിൽ. ഇയാള് തൃശ്ശൂർ കോഴിക്കോടൊക്കെ വിളിക്കുന്ന ആളാണ്. ഇയാൾ ഇത് വിളിക്കുന്നു. ഇയാൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉച്ചരിച്ചതാണ്. ഇയാൾ മരിക്കാൻ കിടക്കുന്ന സമയത്തും പറയണതന്നെ. വളരെ ഗൗരവത്തോടെ നമ്മൾ ആലോചിക്കേണ്ടതാണ്. എന്താ എല്ലാ സമയത്തും ഒരാളുടെ ബോധമണ്ഡലത്തിലുള്ള എന്താണോ അതാണ് അയാൾ മരിക്കാൻ പോകുമ്പോ പറയുക. അപ്പൊ അല്ലാ 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 ആ വിചാരം മരിക്കാൻ കിടക്കുമ്പോ അങ്ങനെ ഖബറിൽ കിടക്കുമ്പോൾ അങ്ങനെ ആരടാ നിന്റെ റബ്ബെന്ന് ചോദിച്ചാൽ അല്ലാ എന്ന് പറയുന്നത് ആരാണെന്നറിയാമോ? ഭൂമി ജീവിതത്തിൽ അല്ലാഹുവിനെ മറക്കാതെ എപ്പോഴും കൂടെ കൊണ്ട് നടന്നവനാണ്. അവൻ ആരാണ്? അല്ലദീന യുഖീമൂന നിസ്കാരം നിലനിർത്തുന്നവരാണ്. എന്തുകൊണ്ട്? നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞിടത്ത് അല്ലാഹു പറഞ്ഞത് എന്നെ ഓർക്കാൻ നിങ്ങൾ നിസ്കരിക്കണേ എന്നാണ്. അള്ളാനെ ഓർക്കാൻ. അപ്പൊ 5 നേരവും ഈ ചിന്ത ബോധമണ്ഡലത്തിലേക്ക് ഇങ്ങനെ കടത്തിവിടാണ്. സുബൈ നിസ്കരിക്കുമ്പോ സുബൈ നമസ്കാരം 2 റക്അത്ത് ഖിബലക്ക് മുന്നിട്ട് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. അല്ലാഹു അക്ബർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. നിസ്കാരത്തിലേക്ക് ഒരാൾ മുഴുകണം. അപ്പോഴത് ബോധമണ്ഡലത്തിൽ കയറുള്ളൂ. ഇത് മാലിക് യൗമിദ്ദീൻ എന്ന് പറയുമ്പോ പഠിച്ചോനെ നാളെ വോട്ടെണ്ണുന്ന ദിവസമാവുമല്ലോ, ഞാൻ പ്രവർത്തിച്ചതൊക്കെ വെള്ളത്തിലാവോ? ആ ചിന്ത ഏതാണ്? ഞങ്ങൾ ആലോചിച്ചു. വാട്സപ്പ് കളിക്കാണെങ്കിലോ അവനൊരു ബോധമില്ലാന്നല്ലോ, അവനതിൽ മുഴുകിപ്പോയിട്ടുണ്ട്. ചില ആൾക്കാരെ എങ്ങനെ കാണാം, ഇങ്ങനെ നോക്കിയിട്ട് ചിരിക്കണ പോലെന്നെ ഒരെന്നെ ചിരിക്കണ്, അവരെന്നെ അങ്ങനെ ടെൻഷനാണ് നോക്കണത് ഇങ്ങട്ടാ. ഈയിടെ ഒരാൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ എല്ലാരെ തലിപ്പ കുനിയുന്നുണ്ട്, എല്ലാരെ തലയും കുനിയുന്നുണ്ട് വാട്സപ്പിന് മുമ്പിൽ. ഫ്ലൈറ്റിൽ കയറിയാൽ എല്ലാവരുടെ തലയും എല്ലാവരുടെ തലയും താഴത്തേക്ക്. ഫ്ലൈറ്റിൽ കയറിയ ബസ് കയറിയ എല്ലാവരുടെ തലയും താഴെയില്ല. എന്നിട്ടോ അള്ളാഹുവിന്റെ മുമ്പിൽ കുനിയാനാണ് പ്രയാസം. അള്ളാഹുവിന്റെ മുമ്പിലാ കുനിയേണ്ടത്. റബ്ബെന്ന ബോധമണ്ഡലത്തിലേക്ക് കടത്തിവിടണം. അതാണ് നിസ്കാരം. എല്ലായിടത്തും നോക്ക്. റുക്കൂലേക്ക് പോകുമ്പോ അല്ലാഹു അക്ബർ, ഇത്ദാലിലേക്ക് വരുമ്പോ സമിഅ അല്ലാഹു ലിമൻ ഹമിദ. അല്ലാ അല്ലാ. എന്തിനാണ് ഇത് പഠിപ്പിക്കുന്നത്? അല്ലാ അല്ലാ. ഇത് ഖബറിലെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. റബ്ബൻ റബ്ബുക്, ആരടോ നിന്റെ റബ്ബ്? അല്ലാ അല്ലാ. കടത്തിവിട ബോധമണ്ഡലത്തിലേക്ക്. സുജൂദിലേക്ക് പോകുമ്പോ അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി. കണ്ടോ? റബ്ബിയൽ അഅല, റബ്ബ് റബ്ബ്. നോക്കൂ നിങ്ങൾ, സുജൂദിൽ നിന്ന് ഇരുത്തത്തിലേക്ക് വരുമ്പോ അല്ലാഹു അക്ബർ മുഴുവൻ അല്ലാഹ് എന്ന ചിന്തയാ. എന്നിട്ട് നിസ്കരിച്ചിരുന്നിട്ട് പിന്നെ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. നമുക്ക് നേരമില്ലല്ലോ. അല്ലാഹു അക്ബർ. ചില ആളുകൾ നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ കണ്ടാൽ തോന്നും അവന്റെ വല്യാപ്പ മരിച്ചിട്ട് വാപ്പ അറ്റാക്കായി കിടക്കുകയാണ്. ആ ജാതി പോക്കാ. നിസ്കാരം കഴിഞ്ഞാൽ പള്ളിയിൽ നിന്ന് പോരൊറ്റ പോക്കാ. ഇമാം സലാം ബുദ്ധി. നമുക്ക് തോന്നാം അവന്റെ വല്യാപ്പ മരിച്ചിട്ട് വാപ്പ അറ്റാക്കായി കിടക്കണ്ട, ഹോസ്പിറ്റലിൽ കൊണ്ടാൻ പോകാൻ തോന്നുന്നു. എന്നിട്ടോ ഇമാമിന്റെ നിസ്കാരം കഴിഞ്ഞു, ദിക്റ് കഴിഞ്ഞു, ദുആ കഴിഞ്ഞു, വഅദ് കഴിഞ്ഞു, മരിച്ച ആളുകൾക്കുള്ള രണ്ടാമത്തെ ദുആയും കഴിഞ്ഞു. ഒക്കെ കഴിഞ്ഞ് പള്ളിയിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാലുണ്ടാവും ഈ ഇമാമ് സലാം വിട്ടുമ്പോ പാഞ്ഞു പോകുന്നവന് അവിടെ അങ്ങനെ എന്നിട്ട് എന്തോ പോസ്റ്റർ വായിക്കുന്നുണ്ടാവും. ബോധമണ്ഡലത്തിലേക്ക് കടത്തിവിടുകയാണ്. ഞാൻ എന്റെ സഹോദരങ്ങളോട് പറയാൻ, നിസ്കാരം ബോധത്തോടെ നിസ്കരിക്കണേ. ഇത് ഒന്നാമത്തെ
നമ്മുടെ അദൃശ്യലോകത്തെ ജീവിതത്തിലേക്കുള്ള ഒന്നാം ചോദ്യത്തിന്റെ മറുപടിയാണ് നിസ്കാരം. നിസ്കരിക്കാത്തവനാണോ? പറയാൻ കഴിയില്ല, എഴുതി വെച്ചോളൂ. റബ്ബി അല്ലാ. മാത്രല്ല ശാസ്ത്രം പറഞ്ഞെന്താ? ശാസ്ത്രം പറയുന്നത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ മരിക്കുന്നത് ഏത് ബോധത്തിലാണോ ആ ബോധം മരിച്ചു കഴിഞ്ഞാലും 8 മണിക്കൂർ വരെ അയാളിൽ നിലനിൽക്കുന്നുണ്ട്. ശാസ്ത്രത്തിന്റെ പുതിയ കണ്ടെത്തലാണ്. ശ്രദ്ധിക്കണം, 8 മണിക്കൂർ വരെ അയാളുടെ ബോധം നിലനിൽക്കുന്നുണ്ട്. അയാളുടെ ബോധമണ്ഡലത്തിൽ ബോധം ഏതവസ്ഥയിലാണോ അയാൾ മരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഈയിടെയായി ഒരു 5-6 മാസം മുമ്പ്, 5-8 മാസം മുമ്പ് ഞാൻ ഓർക്കുന്നു, ഒരു ചെറുപ്പക്കാരൻ ഒരു സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടി ആക്സിഡന്റിൽ മരിച്ചല്ലോ. മരിച്ചിട്ട് അവന്റെ ഹൃദയം അവൻ കരൾ എടുത്തു വേറെ ആൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ കണ്ടില്ലേ അന്ന് പത്രത്തിൽ ഫോട്ടോ? കൊച്ചിയിലേക്ക് അവന്റെ ഹൃദയം കൊണ്ടുപോകാൻ എന്തൊരു ജാഗ്രതയിലാണ് ഡോക്ടർമാർ നിൽക്കുന്നത്. ഫ്ലൈറ്റ് പ്രത്യേകം ചാർട്ട് ചെയ്തത്, ആംബുലൻസ് പ്രത്യേകം എന്താ പറഞ്ഞത്, ഇത്ര മണിക്കൂറിനുള്ളിൽ ആ ഹൃദയം മറ്റൊരാൾക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ ആ ഹൃദയം പ്രവർത്തിപ്പിക്കാനും കഴിയുന്നതാണ്. ഇത്ര മണിക്കൂറിനുള്ളിൽ ആ ഹൃദയം ഇന്ന സംവിധാനത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ ആ ഹൃദയം പ്രവർത്തിക്കും. എന്തൊരു ജാഗ്രതയിലാണ്. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, നമുക്കെല്ലാവർക്കും അറിയുന്നൊരു കാര്യമുണ്ടല്ലോ, ഒരാൾ മരിച്ചിട്ട് 6 മണിക്കൂറിന് മുമ്പായി അയാളുടെ കണ്ണെടുത്താൽ ആ കണ്ണ് വേറൊരാളിൽ പ്രവർത്തിക്കുന്നതാണ്. ശാസ്ത്രം പറയണ്ടേ, നമ്മളെ കണ്ണ്, ഞാൻ മരിച്ചു 6 മണിക്കൂറിനുള്ളിൽ എന്റെ കണ്ണ് പുറത്തെടുത്താൽ ഈ കണ്ണ് വേറൊരാളിൽ പ്രവർത്തിക്കുന്നു. എന്താ? മരിച്ചാൽ കണ്ണിന്റെ കാഴ്ച പോവില്ല എന്നല്ലേ? മരിച്ചാൽ കണ്ണിന്റെ കാഴ്ച പോയി, പിന്നെ മരിച്ചാൽ ഒന്നും കാണൂല എന്ന് പറഞ്ഞ എത്ര വലിയ വിഡ്ഢിത്ത. മരിച്ചാലൊന്നും കാണൂല, മരിച്ചോലൊന്നും അറിയില്ല. വിഡ്ഢിത്തമേ വിഡ്ഢിത്തമാണ്, വിഡ്ഢിത്തമാണ് മരിച്ചവർ കാണും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഉറക്ക സ്വലാത്തു ചൊല്ലൂ. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മരിച്ചവർ കാണുന്നുണ്ട്. റസൂൽ പറഞ്ഞു എന്ന് ഇമാം ബുഖാരിയിൽ കാണാം ഒരധ്യായം. ആ അധ്യായത്തിന്റെ പേര് തന്നെ മയ്യിത്ത് കേൾക്കുന്നുണ്ട്. ഖബറിന്റെ അടുത്തുകൂടെ നടന്നു പോകുന്ന ആളുടെ ചെരുപ്പിന്റെ വാറിന്റെ ശബ്ദം പോലും ഖബറിനകത്ത് കിടക്കുന്ന ആൾ കേൾക്കുന്നുണ്ടെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. ഈ വിഷയം വളരെ വിശാല. ഞാൻ ഓടിപ്പായി എവിടെങ്കിലും എത്തുമോ നോക്കാൻ, ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മരിച്ചു കഴിഞ്ഞാൽ ആത്മാവിന്റെ പ്രവർത്തനം എങ്ങനെയാണ് പറയേണ്ടതാണ് ഈ വിഷയത്തിൽ. ശരീരവുമായുള്ള ബന്ധം എങ്ങനെയാണ് പറയേണ്ടതാണ് ഈ വിഷയത്തിൽ. നമുക്ക് അങ്ങോട്ട് എത്തുമോ എന്ന് നോക്കാം. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലമ തങ്ങൾ പറഞ്ഞ മരിച്ച മയ്യിത്ത് കേൾക്കും. റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, മയ്യിത്ത് കഫം കുളിപ്പിക്കുകയും കഫം ചെയ്യുകയും ചെയ്യുന്ന ആള് ആരാണെന്ന് പോലും മയ്യിത്ത് അറിയുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ശാസ്ത്രം പറഞ്ഞ, ഞാൻ നേരത്തെ എന്താ പറഞ്ഞ്, 8 മണിക്കൂർ വരെ ബോധം തലച്ചോറ് വരെ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്കിപ്പോ കണ്ടെത്താൻ കഴിഞ്ഞ 8 മണിക്കൂറുള്ളൂ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വല്ലാത്ത കാര്യങ്ങളാണത്. ഏതൊരാളും മരിച്ചത് ഏതൊരവസ്ഥയിലാണോ ആ അവസ്ഥയിലാണ് അയാൾ ഖിയാമത്ത് നാളിൽ പുനർജന്മം ചെയ്യപ്പെടുന്നത് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ഏതൊരാൾ മരിച്ച അവസ്ഥ, ആ അവസ്ഥയിലാണ് ഖിയാമത്ത് നാൾ വരിക എന്ന് പറഞ്ഞാൽ ആ ബോധത്തിൽ ആളെ എഴുന്നേൽക്കാം. ആ ബോധം നല്ലോണം ശ്രദ്ധിക്കണം ചെറുപ്പക്കാരെ, എന്റെ പ്രിയമുള്ള പെങ്ങന്മാരെ ശ്രദ്ധിക്കണം. ഒരാൾ TV കണ്ടുകൊണ്ടിരിക്കുകയാണ് മരിച്ചത്, അയാൾ സീരിയൽ ഇങ്ങനെ കാണാം. ആ അവസ്ഥയിലാണ് മരിച്ചതെങ്കിൽ അയാൾ മഹ്ശറയിൽ ഖിയാമത്ത് നാളിൽ മഹ്ശറയിൽ എഴുന്നേൽക്കുക ആ ബോധത്തിലായിരിക്കും. സുബ്ഹാനല്ലാഹ്. പുണ്യനബി പറഞ്ഞല്ലോ, ഒരാൾ ഇഹ്റാം ചെയ്ത അവസ്ഥയിലാണ് മരിച്ചതെങ്കിൽ, ഒരാൾ മുഹരിമായി മരിച്ചാൽ യുബഅതു യൗമൽ ഖിയാമത്തി മുലബ്ബിയാ, തൽബിയത്ത് ചൊല്ലുന്ന അവസ്ഥയിലാണ് അയാൾ മരിച്ചത്. ഇഹ്റാമിലാണെങ്കിൽ ഖിയാമത്ത് നാളിൽ അയാൾ എഴുന്നേറ്റ് വരുന്നത് മുലബ്ബിയാ, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക ലാ ശരീക ലക. തൽബിയത്ത് ചൊല്ലിയായിരിക്കും അയാൾ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്നതെന്ന് നബിയുനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യനബി പറഞ്ഞു, ഒരാൾ മദ്യപാനിയായിട്ട് മരിച്ചു നോക്കുക, അയാൾ ഖബറിൽ എഴുന്നേൽക്കുമ്പോ മത്ത് പിടിച്ച അവസ്ഥയിൽ തന്നെയാവും. അപ്പൊ ഏതവസ്ഥയിലാണ് ഒരാൾ മരിക്കുന്നത്, ആ ബോധമാണ് മരിച്ചു കഴിഞ്ഞാലും അയാൾ തുടരുന്നത്. അതുകൊണ്ടല്ലേ റസൂൽ പറഞ്ഞത് ആഖിബത്ത് ശ്രദ്ധിക്കണേ, അവസാനം ശ്രദ്ധിക്കണേ. ഒരാൾ വിജയിച്ചു എന്നുള്ളതിന് തെളിവെന്താ? ഒരാൾ വിജയിച്ചു തെളിവ് അയാൾ അവസാന സമയത്ത് ഏത് ബോധത്തിലാണോ മരിക്കുന്നത് എന്ന് പരിശോധിച്ചാൽ മതി. ഒരാൾക്കുന്ന എന്ന് ചൊല്ലിയ ആളാണോ അയാൾ ആ ബോധത്തിലാണ് മരിച്ചതെന്ന് മനസ്സിലായി. അതുകൊണ്ട് അതിനെ തുടർന്ന് വരുന്ന എല്ലാ രംഗങ്ങളിലും അയാളുടെ ബോധവും ചിന്തയും അതുതന്നെയാകും. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങളിൽ നിന്ന് തിരിച്ചറിയാൻ കഴിയുകയാണ് നമുക്ക്. ഒന്നാമത്തെ ചോദ്യം അതാണ്. എന്താണെന്നറിയോ? ശരിക്കും ഒരുങ്ങണം നമ്മള് അല്ലേ? കോടതിയിൽ നിങ്ങൾ ആലോചിച്ചു, കോടതിയിലേക്ക് കേസ് ഫയൽ, കോടതിയിൽ ചില വിസ്താരല്ലേ അല്ലേ? വ്യക്തികളെ കൊണ്ടുവന്ന് വിസ്തരിക്കാറില്ലേ അല്ലേ? അല്ലേ? ശരിക്കും ഓർമ്മ വേണം. വക്കീൽമാർ ഇങ്ങനെ ചൊല്ലി പഠിപ്പിക്കും. വക്കീൽമാർ നീ ചോദിച്ചാൽ ഇന്നതാ പറയണ്ടേ, ഇന്നതാ ചോദിച്ചാൽ ഇന്നതാ പറയണ്ടേ, ഇന്നതാ ചോദിച്ചാൽ ഇന്നതാ പറയണ്ടേ. ഇപ്പൊ ഞാൻ പറഞ്ഞതൊന്നുമല്ല ചോദിച്ചതെങ്കിൽ ഇതിന്റെ ആകെ ടോട്ടൽ ആവണം നീ പറയേണ്ടത്. വക്കീൽമാർ പഠിപ്പിച്ചു കൊടുക്കാൻ ബോധമണ്ഡലം പ്രവർത്തിക്കേണ്ട ഒരു സമയം പറഞ്ഞു കൊടുക്കാൻ. ആരുടെ വിചാരണ? ജഗനിയന്താവായ റബ്ബിന്റെ വിചാരണ, മലക്കുകളുടെ വിചാരണയാണ്. അമൻ നബിയു, ആരടാ നിന്റെ നബി എന്നതാ രണ്ടാമത്തെ ചോദ്യം. ആരാ നിന്റെ? ആർക്കാ പറയാ? അത് ഖബറിൽ ചെന്ന എല്ലാ റസൂലുള്ളാഹിനെ സ്നേഹിച്ച് ഖൽബിൽ കൊണ്ട് നടന്നവർക്ക് മാത്രമേ പറയാൻ കഴിയുള്ളൂ. പൊണ്ണി നബി ഒരൽപ്പം പോലും വെറുത്തവനാണോ? പറയാൻ കഴിയില്ല. അല്ലാഹുവിന്റെ ഹബീബിനെ ഹൃദയത്തിൽ കൊണ്ട് നടന്ന ആളുകൾക്ക് അത് പറയാൻ വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. പുണ്യ നബിയെ ഹൃദയത്തോട് ചേർത്ത് വെച്ചവരിൽ അല്ലാഹു നമ്മെ ചേർത്തി തരട്ടെ. നാമത്തതോ വമൻ ഇമാമുക, ആരടോ നിന്റെ ഇമാം? നീ ആരെയാ മുന്നിൽ നിർത്തിയത്? ആരെയോ നമ്മൾ മുന്നിൽ നിർത്തിയത്? അതായിരിക്കും നമ്മൾ മറുപടി. മുഅ്മിനാണോ? അയാൾ പറയുമൽ ഖുർആനു ഇമാമീ, എന്റെ ഇമാമ ഖുർആനായിരുന്നു എന്ന് അയാൾ വിളിച്ചു പറയുന്നതാണ്. മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ അയാൾ പറയും ഖുർആനായിരുന്നു എന്റെ ഇമാം. അല്ലാഹു ആ വിഭാഗത്തിൽ നമ്മൾ പെടുത്തട്ടെ. അതിന് എന്ത് വേണമെന്നറിയോ? എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റാൽ ഇതൊന്ന് എടുത്തു നോക്കണം. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റാൽ നമ്മൾ ഖുർആൻ ഒന്ന് എടുത്തു മറിച്ചു നോക്കണം. എന്നാലേ നമുക്കത് പറയാൻ കഴിയൂ. രാജാതിരാജനായ അല്ലാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ. വമാ ഖിബ്ലതുക, അടുത്ത ചോദ്യം. വമാ ഖിബ്ലതുക, നിന്റെ ഖിബ്ല ഏതാ? നിസ്കരിക്കണോ ഇല്ലാതെ പറയാൻ കഴിയില്ല. കാരണം എന്താ? അതുകൊണ്ട് നിസ്കാരത്തിൽ ഉസല്ലി ഫർള സ്വലാത്തി സുബ്ഹി റക്അതൈനി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ല, أصلي فرض الصلاة الظهر 4 ركعات متوجها إلى القبلة إلى القبلة إلى القبلة. നിസ്കരിക്കാത്ത നീ വാക്കന്നെ കേട്ടിട്ടുണ്ടാവില്ല. എവിടുന്ന് കേൾക്കാനോ? മുത്തവജ്ജിഹൻ ഇലൽ ഖിബ്ല, ഖിബ്ലയെ കുറിച്ചുള്ള ഒരു ബോധം ചോദ്യമാണത്. വമാ ഖിബ്ലതുക, മുഅ്മിനായ മനുഷ്യൻ പറയുന്നു വൽ കഅബതു ഖിബ്ലതി, എന്റെ ഖിബ്ല. അടുത്തൊരു ചോദ്യമുണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. വമൻ ഇഖ്വാനുക, ആരടോ നിന്റെ സുഹൃത്തുക്കൾ? നിന്റെ സുഹൃത്തുക്കൾ. ഖബറിലെ ചോദ്യ. ഒരാളെ ചങ്ങാതിയാക്കുമ്പോ ആലോചിച്ചിട്ട് ചങ്ങാതിയാക്കണം എന്ന് ശഫീഉനാ റസൂലുള്ളാഹി. കാരണം എന്താ? ഏതൊരാളെയും ഫ്രണ്ട്സ് ആക്കാൻ പറ്റൂല. ചിലർ പറയാറുണ്ട് ഓന്റെ സ്വഭാവം നോക്കണ്ട, ഞാൻ ആ സ്വഭാവം മുന്നിലില്ല, പക്ഷെ ഞാനോനെ നമ്മളെ അറ്റ ചങ്ങ സുഹൃത്തായിട്ട് കൊണ്ടു നടക്കാന്നുള്ളൂ. വെറുതെ. ഖബറിലെ ചോദ്യമാണ് വമൻ ഇഖ്വാനുക. ഞാൻ ഈയിടെയായി ഒരു ഫോൺ എടുത്ത സമയത്ത് തന്നെ കാണണ്ട നിങ്ങളുടെ സുഹൃത്തുക്കളെ നിങ്ങൾ ഇതിലേക്ക് ചേർത്തോളൂ. മെസ്സേജ് ഇങ്ങനെ വരിക, നിങ്ങളുടെ സുഹൃത്തുക്കളെ ചേർത്തോളൂ, ഇഷ്ടമുള്ളവരൊക്കെ ചേർക്കാം. ലോകത്ത് എന്നോട് പറഞ്ഞു ഒരാൾ, അതെ എന്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ്, വേറെ ഒരാൾ കണ്ടപ്പോ പറഞ്ഞു നിങ്ങളുടെ കുടുംബത്തിലെ ഇന്ന ആൾ എനിക്ക് പരിചയമുണ്ട്, അയാൾ എന്റെ വാട്സപ്പിലെ സുഹൃത്താണ്, പക്ഷേ അയാളെ ഞാൻ ഇതുവരെ നേരിൽ കണ്ടിട്ടില്ല. രാജ്യത്തിന്റെ അതിർവരമ്പുകൾ പോലും കടന്ന് സൗഹൃദം സ്ഥാപിക്കാൻ പറ്റാവുന്ന കാലമാണല്ലോ ഇത്. പക്ഷേ ചെറുപ്പക്കാരെ, എന്റെ പെങ്ങളെ,
എല്ലാവരെയും നിന്റെ വാട്സപ്പിലെ ഗ്രീൻസായി ചേർക്കണ്ട. ഖബറിലെ ചോദ്യമാണ് ആരൊക്കെയായിരുന്നടോ ഭൂമിയിൽ നിന്റെ സുഹൃത്തുക്കളെന്ന്. ആ സമയത്ത് മുഅ്മിനായ മനുഷ്യൻ പറയും അൽ മുഅ്മിനൂന ഇഖ്വാനി. അല്ലാഹുവിന്റെ മലക്കുകളോട് അല്ലാഹുവിന്റെ മലക്കുകളെ മുഅ്മിനീങ്ങളെ മാത്രമായിരുന്നു ഞാൻ എന്റെ ചങ്ങാത്തത്തിൽ പങ്കാളിയതും. അൽ മുഅ്മിനാതു അഖ്വാതി. മുഅ്മിനാത്തുകളായിരുന്നു എന്റെ സഹോദരിമാർ. അല്ലേ? നല്ല നല്ല കഴിഞ്ഞു പോയ മഹാന്മാരായിരുന്നു എന്റെ ചങ്ങാതിമാർ. അങ്ങനെ മരിച്ചോലൊക്കെ സുഹൃത്തുക്കളാവും. ഖുർആൻ പറഞ്ഞില്ലേ ഇഖ്വാൻ, മരിച്ചോലെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് ആര്? മുഅ്മിനീങ്ങളായ മരിച്ചവരെ കുറിച്ച്. റബ്ബന ഗ്ഫിർ ലനാ, സ്വർഗ്ഗത്തിന്റെ ആളുകളുടെ അടയാളം പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട് റബ്ബന ഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. എന്താ പറഞ്ഞേ? റബ്ബന ഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. അല്ലാഹുവേ, ഞങ്ങളുടെ മുമ്പേ വിശ്വാസം ഉൾക്കൊണ്ട് കടന്നുപോയ ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു കൊടുക്കണേ. നമ്മൾ കാണാത്ത ആളുകളെ കുറിച്ച് പോലും ഇഖ്വാൻ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ കാണാതെ നമ്മുടെ മുമ്പേ മരിച്ചുപോയ മഹാന്മാരെയൊക്കെ സ്നേഹിക്കുക. ഈ ഉറൂസ് അതിന്റെ ഭാഗം. ഉറൂസ് എന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. ഉറൂസ് ഇതിന്റെ ഭാഗം. ഇവിടെ ജീവിച്ചുപോയ ഏതായിരുന്നു മഹാൻ? ഇവിടെ ജീവിച്ചുപോയ അഹമ്മദ് മുസ്ലിയാർ എന്ന് പറയുന്ന ഒരുപക്ഷെ പല കറാമത്തുകളും കാണിച്ചിരിക്കാനിടയുണ്ട്. അങ്ങനെ ഒരു മഹാൻ പഠിച്ചോനെ ഓലൊക്കെ ഞങ്ങളെ ചങ്ങായിമാരായിരുന്നു. അവരോട് ശല്യം, അവരോട് വെറുപ്പല്ല. ഞാൻ ഒരിക്കലും ചങ്ങായി പറഞ്ഞത്, ഞാൻ ആ സദസ്സിൽ നിന്ന് വേഗം എഴുന്നേറ്റ് പോയി. അയാൾ പറയാ ഇന്ന സ്ഥലത്ത് കിടക്കുന്ന നായയുടെ മൂത്ത നായയാണ് മറ്റേ സ്ഥലത്ത് കിടക്കുന്നത്. ആ പറഞ്ഞ ഞാൻ ബേജാറായി പോയ ആ സദസ്സിൽ നിന്ന്. അലാ ഇന്ന ഔലിയാ അല്ലാഹി ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിന്റെ എന്തൊരു വർത്താന. അല ഖുർആൻ പല സ്ഥലത്തും അത് പറയാറില്ല. അല എന്ന് പറഞ്ഞത് അറിയണം. ഖുർആനിലെ എല്ലാ ആയത്തും നമ്മൾ അറിയണ്ട. അല്ലാഹു പറഞ്ഞു തന്ന എല്ലാ വിഷയങ്ങളും നമ്മൾ അറിയേണ്ടത് തന്നെയാണ്. പിന്നെ എന്തിനാണ് ഈ ആയത്തിന്റെ തലപ്പിൽ അല അല അറിയണേ. ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എല്ലാവരും ഭയഭീതരാവുകയും പേടിച്ചു കരയുകയും ചെയ്യുന്ന ഘട്ടത്തിൽ ഭയമില്ലാതെ ദുഃഖമില്ലാതെ ഇരിക്കുന്നവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ. അവർ അല്ലാഹുവിന്റെ സ്വന്തക്കാരാണ്. അവരൊക്കെ സ്നേഹിക്കുക. മുഹീദ്ദീൻ ഷെയ്ഖ് എന്ന് പറയുമ്പോൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്ന് പറയാ, അവന് വേറൊരു വികാരം എടുത്തു വരികയില്ല. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയെ കുറിച്ച് കേൾക്കുമ്പോൾ ഖൽബിൽ എന്തോ ഒരു സന്തോഷം അവന്. ആ സന്തോഷം അവന്റെ മുഖത്ത് പ്രകടമാവുകയാണ്. എന്തേ? അല്ലാഹുവിന് വേണ്ടി ജീവിച്ചു പോയൊരു മഹദിയാണല്ലോ. രാവുകൾ മുഴുവൻ നമസ്കാരങ്ങളാണ്, പകൽ മുഴുവൻ നോമ്പാണ്. പരിശുദ്ധമായ റമദാനിൽ ഭൂമിയോട് വിട പറഞ്ഞ, ലോകത്തോട് വിട പറഞ്ഞൊരു മഹദിയാണ്. എന്തിനേറെ പുണ്യ നബി എത്രയോ തവണ സ്വപ്നം കണ്ട മഹദിയാണ്. മാത്രമല്ല അല്ലാഹു എന്ന് വിചാരിച്ചിൽ കഴിഞ്ഞാണ് പരിശുദ്ധ ഖുർആൻ പാരായണം ജീവിതത്തിൽ 6000 തവണ പരിശുദ്ധ ഖുർആൻ ഖത്മ തീർത്ത ഒരു മുഅ്മിനത്താണ്. സ്നേഹജനങ്ങളുടെ കൂട്ടത്തിലാണ്. എന്താ പറയണ്ടേ? അതെന്റെ സ്നേഹഭാജനങ്ങളുടെ കൂട്ട്. ഖബറിലെ ചോദ്യമാണ് മുഅ്മിനാണ് യഥാർത്ഥമായതിന്റെ മറുപടി പറയുന്നത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി. വേഗം പോകും നമ്മൾ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ, അങ്ങനെ ഏതാ ദീർഘമായ ചോദ്യം, വിശ്വാസപരമായ ചോദ്യം കഴിഞ്ഞാൽ കർമ്മങ്ങളിലേക്ക് കടക്കും. കർമ്മങ്ങളിലെ ആദ്യത്തെ ചോദ്യം നിസ്കാരത്തെ കുറിച്ചാണ്. നിസ്കാരം ഒരു മനുഷ്യന്റെ റെഡിയാണെങ്കിൽ പിന്നെ മലക്കളോട് പറയത്ര അല്ല, ബാക്കി അങ്ങനെ കണിശമായി നോക്കണ്ട, നമ്മൾ നോക്കിപ്പോയാൽ മതി. കണിശമായി നോക്കണ്ട, ഒന്നങ്ങനെ നോക്കിയാണ് പോയാൽ മതി. നിസ്കാരം റെഡിയാണെങ്കിൽ അത് റെഡിയായി കിട്ടുക എന്നുള്ളത് വലിയൊരു പണിയാണ്. നിങ്ങളൊരു 40 ദിവസം വക്ത് ജമാഅത്ത് നഷ്ടപ്പെടാതെ നിസ്കരിക്കും തീരുമാനിച്ചു നോക്കിയാണ്, 6 ദിവസം പോകും. 10 ദിവസം പോവും. 11ാമത്തെ ദിവസം പൊട്ടി. വീണ്ടും തീരുമാനിച്ചു. അന്ന് 4 ദിവസം പോയി. 5ാം ദിവസം പൊട്ടി. ഇതങ്ങ് ലെവലിൽ റയിൽ കയറുക എന്നതേറെ പ്രയാസമാണ്. നിസ്കാരം എല്ലാത്തിന്റെയും അടിത്തറയുമാണ്. ഖബർ ജീവിതത്തിന്റെ വെളിച്ചവുമാണ് നമസ്കാരങ്ങൾ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ, നിസ്കാരത്തെ കുറിച്ച് ചോദിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ പരിശോധിച്ച് ഇങ്ങനെ വിട്ടാൽ മതി എന്ന് പറയും.
അത് കഴിഞ്ഞാൽ റസൂലുള്ള പറയാൻ ഈ ചോദ്യത്തിന്റെ അവസാനമായി ഒരു പ്രത്യേകമായ ഫോട്ടോ എടുക്കുമത്രേ. ഇയാളോട് ചോദിക്കത്ര ഖബറിലെ ആളെ അത്തഅരിഫു ഹാദർ റജുൽ, ഈ ആളെ നിനക്കറിയാമോ എന്ന് ചോദിക്കും. മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ പറയത്ര അറിയാലോ, അതെന്റെ ഹബീബാണല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവരെ കണ്ടിട്ടില്ലാത്തവരാണെങ്കിലും തിരിച്ചറിയും. കാരണം എന്താ? വജ്ഹുകൽ വല്ലാഹു ഹുജ്ജതുനാ, അവൻ അറിയാം പുണ്യനബിയുടെ മുഖത്തെ കുറിച്ച്, അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖത്തെ കുറിച്ച് അവൻ പാടി പറയാറുണ്ട്. അവനറിയാം. ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇല സുറൂജി, ആ മുഖത്തിന് വല്ലാത്ത പ്രകാശമാണ്, അവൻ അറിയാം. ആടി തുള്ളിച്ചാടിയിട്ട് പറയും എന്റെ ഹബീബാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് വിധി ഉണ്ടാകുന്നത്. അൻ സദഖ അബ്ദീ, എന്റെ അടിമ പറഞ്ഞത് സത്യമാണ്. ഫഫറുശൂഹു മിനൽ ജന്ന, അവന് നിങ്ങൾ സ്വർഗ്ഗത്തിലെ കവാടം തുറന്നു കൊടുക്കണേ. വഫ്തഹൂ ലഹു ബാബൻ ഇലൽ ജന്ന, ഫഫറുശൂഹു മിനൽ ജന്ന, സ്വർഗ്ഗത്തിലെ ഉടയാടങ്ങൾ ധരിപ്പിക്കണം, സ്വർഗ്ഗത്തിലേക്ക് ഒരു കവാടം തുറന്നു കൊടുക്കണം. പുണ്യ നബി പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫയുഫ്തഹു ലഹു ബാബുൻ ഇൻദ റിജ്ലിഹി, അയാളുടെ ഖബറിലെ കാലിന്റെ ഭാഗത്തുള്ള ചുമരിൽ സോനെ യാ അല്ലാഹ് തിരുവർത്താനം, ഫഫ്തഹു ലഹു ബാബുൻ ഇലൽ ജന്ന ഇൻദ റിജ്ലിഹി, ഖബറിൽ അയാളുടെ കാലിന്റെ ഭാഗത്ത് ഉള്ള ചുമരിലതാ സ്വർഗ്ഗത്തിലേക്ക് ഒരു കവാടം തുറക്കപ്പെടുകയാണ്. ടി വി വെക്കലെവിടെ? ടി വി വെക്കാറുള്ളത് എവിടെ? എന്തെന്നില്ല. നിങ്ങൾ പറയും സെൻട്രൽ ഹാളില്, അതല്ല ബെഡ്റൂമിൽ ടി വി വെക്കുകയാണെങ്കിൽ എവിടെ വെക്കാം? തലക്കുമ്പുറത്താണ്. തലക്കുമ്പുറത്താണ് വെക്കുക. മുണ്ടാത്തെ നിങ്ങൾക്ക് എന്തുകൊണ്ട് ദേഷ്യം? നേരം വെക്കിയ ദേഷ്യം തീർന്നില്ലേ? കാലിന്റെ ഭാഗത്തൊക്കെ കാണാൻ സുഖം. എന്റെ കാലിന്റെ ഭാഗത്തുള്ള ചുമരിൽ ഒരു കവാടം തുറക്കണം. കവാടം എന്ന് പറഞ്ഞാൽ വിൻഡോ എന്ന് പറയില്ലേ? എവിടെയാണ് വിൻഡോ? ഒരു ലോകം അതായാൾ കാണാൻ തുടങ്ങുന്നു. കണ്ട് കിടക്കുകയാണ് അയാൾ ഇതുവരെ. ദൃശ്യലോകത്ത് നമ്മുടെ ജീവിതമാണ്. ഖിയാമത്ത് നാൾ വരെ ഞാൻ പറയുന്നുണ്ട്, ബാക്കി പറയുന്നുണ്ട്. ഖിയാമത്ത് നാൾ വരെ ഇങ്ങനെ കണ്ടിട്ട് മുമ്പ് ഇങ്ങനെ കിടക്കുക. ആ രംഗം വല്ലാത്തൊരു രംഗമായിരിക്കും അല്ലേ? ഒരു ചങ്ങായി ബസ് കയറി, ഇവനോട് കണ്ടക്ടർ പൈസ വെച്ചിട്ട് ഇവന് മനസ്സിലായില്ല. കണ്ടക്ടറിനെ തോണ്ടി, എന്നിട്ട് ഇവനെ അറിഞ്ഞിട്ടില്ല. പിന്നെ അവന്റെ തോൾ ഇങ്ങനെ തട്ടി വിളിച്ചിട്ട് പറഞ്ഞു, അപ്പൊ അവനെങ്ങനെ ഇവൻ എവിടെയെന്ന് തന്നെ അവന് പിടുത്തല്ല. അവനോട് പറഞ്ഞു പൈസ എങ്ങോട്ടാ? അപ്പോഴവന് മനസ്സിലായി ഞാൻ ബസ്സിലുള്ളത്. ഓൻ അതുവരെ എന്ത് ചെയ്യുന്നു? ഓൻ ഈ സ്ക്രീനിൽ ഇങ്ങനെ നോക്കി 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 അതിൽ ലയിച്ചു പോയതാ. അവൻ ബസ്സിൽ തന്നെ കയറി പറഞ്ഞു. ഖബറിൽ നിന്ന് ഇയാൾ മുഅ്മിനായ മനുഷ്യന് ഖിയാമത്ത് നാൾ എഴുന്നേറ്റാൽ അവനോട് ചോദിക്കും, എത്ര കാലാ ജീവിച്ചത്? അയാൾ പറയും, ലബിസ്തു യൗമൻ ഔ ബഅദ യൗം, ഒരു ദിവസം ഞാൻ കടന്നു. ശരീരത്തിൽ നിന്ന് മണ്ണൊക്കെ തട്ടിക്കൊടഞ്ഞിട്ടാണ് ഇങ്ങനെ എഴുന്നേൽക്കുന്ന. എഴുന്നേൽക്കുമ്പോൾ അവരോട് ചോദിക്കും, നിങ്ങൾ ഇത്ര ജീവിച്ച് ഭൂമി ഇത്ര കടന്നു, നിങ്ങൾ ഭൂമിയിൽ നിങ്ങൾ ഖബറിൽ കടന്നത് എത്രയാണ്? അവർ പറയും യൗമൻ ഔ ബഅദ, ഒരു ദിവസം പൂർത്തിയായോ എന്ന് അറിയില്ല. അര ദിവസം കടന്നു, ഒരു ദിവസം പൂർത്തിയായിനോ എന്ന് അറിയില്ല എന്നാ പറയാ. ആയിരക്കണക്കായ കൊല്ലം കടന്ന മനുഷ്യൻ പറഞ്ഞു പോകും. ചില ആൾക്കാർ കണ്ടില്ല, നിങ്ങൾ രാത്രി ഒരു കടന്നതാ, 8 മണിക്കൂർ ഉറങ്ങി നീച്ചപ്പോക്ക് തോന്നിയത് എന്താ? ആ ജാതി സ്വപ്നം പോലും ഇങ്ങനെ കണ്ടത്. അങ്ങനെ കണ്ടു. കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് അങ്ങനെ ഫ്ലൈറ്റ് കയറി പോയിട്ട് ചൈന ഇറങ്ങിയിട്ട് ചൈനയിൽ നിന്ന് പിന്നെ അങ്ങോട്ട് പോയി ബാങ്കോക്കിലേക്ക്. അവിടെ നിന്ന് പിന്നെ നേരെ അമേരിക്കയിൽ പോയി ഇറങ്ങിയിട്ട് നേരെ വൈറ്റ് ഹൗസിലേക്ക് ഇങ്ങനെ പോവുകയാണ്. അപ്പൊ എന്റെ കൂടെ എന്റെ ഭാര്യയുണ്ട്. അപ്പണ്ട് ദുബായിൽ നിന്ന് മറ്റേ മോൻ വരാൻ ഒരുങ്ങുകയാണ്. ഇങ്ങനൊക്കെ പോയിട്ട് ഒബാമയുടെ മുമ്പിൽ ഇരുന്നിട്ട് ചർച്ച ഇങ്ങനെ നടത്താൻ ഒരുങ്ങുമ്പോഴാണ് ഭാര്യ വിളിച്ചത്, നീക്കി 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 സുബൈ നിസ്കരിക്കാനായി ബാങ്ക് കൊടുക്കേണ്ടത്. അപ്പോഴാണ് മൂപ്പർക്ക് മനസ്സിലായത് മൂപ്പര് അമേരിക്കയിലൊന്നും പോയിട്ടില്ല, ഇവിടെ തന്നെ ഈ കീറപ്പായന്റെ തലക്കൽ കടന്നുറങ്ങാണ്. ഉറക്കിൽ വലിയ ബന്ധമുണ്ട്. ഷഫീഉനാ റസൂലുള്ളാഹി, ഉറക്കെ പറയൂ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫയുഫ്തഹു ലഹു ബാബുൻ ഇൻദ റിജ്ലി, കാലിന്റെ ഭാഗത്തൊരു കവാടം തുറക്കപ്പെടും സ്വർഗ്ഗത്തിലേക്ക്. അതിങ്ങനെ നോക്കിയിട്ട് ഇവർ അങ്ങനെ കിടക്കും. തമ്മാടിയായ ആളാണോ? നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യത്തിന് മുഴുവൻ അയാളുടെ മറുപടി ഹാ യാ ഇലാ അദ്രി എന്നാവും. അവസാനം ഇതാ അയാൾക്കൊരു ഫോട്ടോ കാണിച്ചു കൊടുക്കും. അതഅരിഫു ഹാദർ റജുൽ, ഈ ആളെനിക്കറിയോ? ഓനെന്ത് പരിചയം? ഓൻ
പരിചയമുള്ളത് റൊണാൾഡോയെ, അവന്റെ പരിചയം റൊണാൾഡീഞ്ഞോ. എപ്പോഴും അവന്റെ ചർച്ച ഏതാണ്? അവന്റെ ചർച്ചയാൻ ജഡേജ. അല്ലേ, ജഡേജ പോയോ? അഹമ്മദ് പോയോ? ഇനി പാര ലീവ് ഒന്ന് സഹായമത് ഫറൂഖ് അറിയോ? ഇപ്പൊ ലൈവാരാ എനിക്കറിയില്ല. ഞാൻ ജഡേജ പണ്ടത്തെ വർത്തനം പറഞ്ഞതാ. അയാളുടെ മനസ്സിലെപ്പോഴും ലൈവ് അതാണ്. അയാളുടെ മനസ്സിൽ പലതുമാണ് ലൈവ്. അയാൾക്ക് അറിയില്ല. അയാൾ പറയും അവിടെയാണ് വിധി ഉണ്ടാകുന്നത്. അടിമ പറഞ്ഞത് കളവാൻ. അതുകൊണ്ട് അവന് നിങ്ങൾ നരകത്തിലെ ഉടയാടകൾ നൽകണം. നരകത്തിലേക്കുള്ള കവാടം തുറക്കപ്പെടണം. അയാളുടെ കാലിന്റെ ഭാഗത്ത് നരകത്തിലേക്ക് ഉണർന്നു ആ കവാടത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ കിടക്കയാള്. അപ്പോഴേതാ മുഅ്മിനായ മനുഷ്യന് സ്വർഗ കവാടത്തിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ കിടക്കും. മലക്കുകൾ വിചാരണ എത്ര ദിവസം? വിചാരണ ചില ആളുകൾക്ക് മിനിറ്റുകൾ ഉണ്ടാവും, മിനിറ്റുകൾ വേഗം കഴിഞ്ഞു. ചില ആളുകൾക്ക് മണിക്കൂറുകൾ കഴിഞ്ഞു. ചില ആളുകൾക്ക് ഒരു ദിവസം, ചില ആളുകൾക്ക് 7 ദിവസം, ചില ആളുകൾക്ക് 40 ദിവസമാണ് ഖബറിലെ തന്നെ വിചാരണ. എന്തൊക്കെ തരണം, എന്തൊക്കെ അവസ്ഥ നമ്മൾ തരണം ചെയ്യണം. ഇതൊക്കെ ഒന്ന് ആലോചിക്കുകയാണെങ്കിൽ ഭൂമിയിൽ മനുഷ്യന് വല്ലതും വേണ്ടി വരും. മഹാനായ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ആദി ഇബ്രാഹിമാൻ ബൽഖ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ അധിപനായിരുന്ന ഇബ്രാഹിം റളിയല്ലാഹു അൻഹു. ആ ഇബ്രാഹിം ഒരു ദിവസം വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയതാണ്. വേട്ടയാടാൻ വേണ്ടി പോയതാണ്. അയാളുടെ ഹോബിയായിരുന്നു. വേട്ടയാട് തിരിച്ചു വന്നപ്പോൾ അയാൾ കാണുന്നത് രാജ്യത്തിന്റെ അധിപൻ കിടക്കുന്ന മെത്തയിൽ കൊട്ടാരം അടിച്ചു വാരുന്ന പെണ്ണ് കിടക്കുന്ന രംഗമാണ്. ഇബ്രാഹിമിന് അതമനെ ദേഷ്യം പിടിച്ചു. കയ്യിലുണ്ടായിരുന്ന വടി കൊണ്ട് ചാട്ട കൊണ്ട് അടിച്ചു ഈ പെണ്ണിനെ. ഈ പെണ്ണിനെ അടിച്ചപ്പോ പെണ്ണ് ആദ്യം ചിരിച്ചു, പിന്നെ കരഞ്ഞു. ഇബ്രാഹിമിന് അതമന് വല്ലാത്ത അത്ഭുതമായി. ഈ പെണ്ണിനോട് ചോദിച്ചു, ഞാൻ എന്റെ മെത്തയിൽ നീ കടന്നതിന്, ഈ രാജ്യം ഭരിക്കുന്ന എന്റെ കിടക്കയിൽ നീ കടന്നതിന് ഞാൻ നിന്നെ അടിച്ചു. നീ ആദ്യം കരയുക, ചിരിക്കുകയാണല്ലോ ചെയ്തത്, പിന്നെയല്ലേ കരഞ്ഞത്? എന്നെ നീ ആദ്യം ചിരിച്ചെന്ന് വെച്ചു. ഈ പെണ്ണ് പറഞ്ഞു, രാജാവേ, ഞാൻ ജനിച്ചിട്ട് കടന്നിട്ടില്ല, ഇങ്ങനൊരു സുഖം എന്റെ ജീവിതത്തിൽ കിട്ടിയിട്ടില്ല. ഞാൻ അങ്ങയുടെ മെത്തയിൽ അങ്ങയുടെ അഭാവത്തിലൊന്നും ഇരുന്നപ്പോ ില്ലാത്ത സുഖം ഞാനൊന്ന് കടന്നുപോയി, അറിയാതെ ഉറങ്ങിപ്പോയതാണ്. എന്നിട്ട് പറഞ്ഞു, രാജാവേ, ഒരൽപ്പസമയം ഞാൻ ഈ മെത്തയിൽ കിടന്നതിന് നിങ്ങൾ എന്നെ ഇങ്ങനെ അടിച്ചുവെങ്കിൽ രാജാതിരാജനായ അല്ലാഹു എന്റെ യജമാനനായ അങ്ങയെ എന്തുമാത്രം പ്രഹരിക്കുമെന്നോർത്ത് ഞാൻ കരഞ്ഞു പോയതാണ്. ഇബ്രാഹിം ഇത് കേട്ടപ്പോഴേക്ക് തന്റെ ചെങ്കോൽ വലിച്ചെറിയുന്നു, തന്റെ കൊട്ടാരം വലിച്ചെറിയുന്നു. കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങുകയാണ് നേരെ വിശുദ്ധമായ മക്കയിലേക്ക്. നേരെ മക്കയിൽ പോയി, പിന്നെ പരിശുദ്ധ മക്കയിൽ താമസിക്കുകയാണ്. അധികാരം വേണ്ട, രാജ്യം വേണ്ട, ഭരണം വേണ്ട. അവിടെ സീറ്റിന് വേണ്ടി അടിപിടിയാണ്, സീറ്റിന് വേണ്ടി അടിപിടിയാണ്. എന്നോടൊരാൾ പറഞ്ഞു, അയാൾ ഒരിക്കൽ പാണക്കാട്ട് പോയി. ഇന്നാട്ടിലെ ആൾക്കാരൊന്നും അല്ലട്ടോ. അയാൾ പാണക്കാട്ട് പോയിട്ട് പറഞ്ഞത്രേ, തങ്ങളെ ഞാൻ പറയാ, ഇതിൽ പോലും അങ്ങനെ തങ്ങളെ തെരഞ്ഞെടുപ്പൊക്കെ വരുന്നതിന്റെ ഒരു 8 മാസം മുമ്പ് പോയിട്ട് വന്നു. ഞാൻ തെരഞ്ഞെടുപ്പിൽ ഞാൻ നിൽക്കില്ല. അതേ ആള് തന്നെ തെരഞ്ഞെടുപ്പിന്റെ 2 മാസം മുമ്പ് തങ്ങളുടെ അടുത്ത് പോയിട്ട് പറയാം, തങ്ങളെ ഞാൻ തന്നെ നിൽക്കണം എന്നാണ്. എന്താ? അധികാരത്തോടുള്ള മനുഷ്യന്റെ ഭ്രമമാണത്. അല്ലേ? എന്തൊക്കെ കോപ്രാട്ടിത്തരങ്ങളാണ് നമ്മൾ കണ്ടത്. അധികാരത്തോടുള്ള മനുഷ്യന്റെ ഭ്രമമാണത്. എന്നാൽ നിങ്ങൾ ആലോചിക്കണേ, ഖബറില്ലാതെ വേദനയായി മാറുകയാണ്. നല്ല രീതിയിലല്ലേ അതിനോട് നമ്മൾ പെരുമാറിയതെങ്കിൽ, നല്ല രീതിയിലല്ലേ നമ്മൾ അതിനോട് പെരുമാറിയത്? നല്ല രീതിയിലാണ് ഭയങ്കര പുണ്യ, ഭയങ്കര കൂലിയ. ജനങ്ങൾക്ക് ഖിദ്മ ചെയ്യലാണ്. നബിയോട് ചോദിച്ചല്ലേ, നബിയെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു. റസൂലുള്ളാഹി സ്വഹാബികളോട് ചോദിച്ചു, സഹാബാ ജനങ്ങളിൽ അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ സഹാബ? സഹാബികൾ പറഞ്ഞു, നബി ഞങ്ങൾക്കറിയില്ല. റസൂലുള്ളാഹി പറഞ്ഞു, അംഫഉഹും ലിന്നാസ്, എല്ലാ ജനങ്ങൾക്കും ഏറെ ഉപകാരം ചെയ്യുന്ന മനുഷ്യനാണ്.
അപ്പൊ ജനങ്ങൾക്കൊക്കെ ഉപകാരം ചെയ്യുന്ന ഒരു മനുഷ്യൻ നിങ്ങൾ ഭൂമി കണ്ടാൽ മനസ്സിലാക്കണം അയാൾക്ക് അള്ളാഹിനോടും വലിയ ഇഷ്ടമാണ്. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മെ പെടുത്തി തരട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് നരകവാസിയായ ആരുടെ കാലിന്റെ ഭാഗത്ത് അയാൾ നരകത്തിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് സ്വർഗവാസിയായ ആളാണോ അയാൾ ഈ രംഗങ്ങൾ ഇങ്ങനെ കണ്ടു കഴിയുമ്പോൾ ഖബറിൽ നിന്ന് മലക്കുകൾ അങ്ങ് തിരിച്ചുപോയാ പറയാ അയാളുടെ അടുത്തിലേക്ക് അതാ നല്ല രൂപത്തിലുള്ള ഒരാൾ കയറി വരുന്നു. ഹസനസൂറ അയാളുടെ ഖബറിലേക്ക് കയറി വരുന്നു. ഇയാളിങ്ങനെ കടന്നിട്ട് ഈ രംഗൊക്കെ ഇങ്ങനെ കാണുമ്പോ ഇയാളപ്പോൾ പുഞ്ചിരിക്കുന്നു. അയാളോട് ചോദിക്കും മന്നൻത നീ ആരടോ? ഇയാള് പറയുന്ന അറിയില്ലേ? അയാൾ അറിയില്ലല്ലോ, നിങ്ങൾ ആരാണ്? അപ്പോൾ അയാൾ പറയും ഞാൻ നിങ്ങൾ ചെയ്ത നിസ്കാരങ്ങളാണ്, നിങ്ങൾ കൊടുത്ത ദാനധർമ്മങ്ങളാണ്, നിങ്ങൾ നോറ്റ നോമ്പുകളാണ്, നിങ്ങൾ പാരായണം ചെയ്ത പരിശുദ്ധമായ ഖുർആനാണ്. ഇയാളിങ്ങനെ വിളിച്ചു പറയത്രേ വന്ന ആൾ. എന്നിട്ട് ചോദിക്കും നിങ്ങൾ എന്തിനാ വന്നത്? നിങ്ങളെ ഖിയാമത്ത് നാൾ വരെ ഒറ്റക്ക് കിടക്കരുത് എന്ന് അള്ളാഹുവിന് താല്പര്യമുണ്ട്. അതുകൊണ്ട് എന്നെ പടച്ചറപ്പ് പറഞ്ഞയച്ചതാണ് നിങ്ങൾക്ക് ഖബറിൽ കൂട്ടുകിടക്കാൻ. അങ്ങനെ ഖബറിലെത്താണത് 6 പവൻ മഹർ കൊടുത്ത് നമ്മൾ വിവാഹം കഴിച്ച പെണ്ണല്ല. നിങ്ങൾ നോറ്റ് വളർത്തിയ നിങ്ങളുടെ കുഞ്ഞുമക്കളല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നിങ്ങൾ 5 ലക്ഷത്തിന്റെ ഒരുക്കി 50 പവൻ കൊടുത്ത് കല്യാണം കഴിച്ച് 10 ഏക്കറസ്ഥലം എഴുതി കൊടുത്ത നിങ്ങളുടെ പൊന്നുമോളല്ല. നിങ്ങൾ അർദ്ധരാത്രിയിൽ അല്ലാഹുവിനെ വിചാരിച്ച് എഴുന്നേറ്റ് നിസ്കരിച്ച തഹജ്ജുദ് നിസ്കാരങ്ങളില്ലേ? നിങ്ങൾ ഖളാ ആകാതെ നിസ്കരിച്ച നിങ്ങളുടെ നിസ്കാരങ്ങളില്ലേ? നിങ്ങളേറെ പ്രതീക്ഷയോടെ നോറ്റ നോമ്പുകളില്ലേ? പല ഘട്ടങ്ങളിലും നിങ്ങൾ പരിശുദ്ധമായ ദീനിന് വേണ്ടി ചെയ്ത സ്വതക്കകളില്ലേ? അതായത് നിങ്ങളുടെ ഖബറിലെ കൂട്ടുകാർ. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും മനുഷ്യന്റെ ഖബറിൽ അയാളെ മോൻ പോയി കടന്നോ? ഇല്ലല്ലോ. സ്നേഹനിധിയായ ഭാര്യ മരിച്ചു. ഒരാളിനോട് പറഞ്ഞു മലപ്പുറത്ത് അയാളുടെ ഭാര്യ മരിച്ചുപോയി. ഇയാളൊരു ജമാഅത്തെ ഇസ്ലാമി മനോഭാവമുള്ള ആളാണത്രേ. ജമാഅത്തെ ഇസ്ലാമുള്ള ഇയാൾ മരിച്ചാൽ അവരുടെയൊക്കെ ധാരണ ഖബറിൽ വെച്ച് പിന്നെ കഴിഞ്ഞു അല്ലേ? അങ്ങനെയല്ലോ. എന്നാൽ ഇയാൾ പറയാണ് എന്നോട് കാണാതെ ഇയാൾ എഴുന്നേറ്റ് പോയത്രേ. തന്റെ ഭാര്യ അത്ര വലിയ സ്നേഹനിധിയാണ് ഇയാൾക്ക്. ഇയാൾ പോയിട്ട് അർദ്ധരാത്രി ഖബറിന്റെ അടുത്ത് പൊട്ടി കരഞ്ഞ് അല്ലാ എന്റെ പൊന്നു ഭാര്യയാണ്, നീ ശിക്ഷിക്കരുത് റബ്ബേ എന്ന് ഇയാൾ പൊട്ടി കരഞ്ഞു പോയി. ഇത് പരഞ്ഞു ദുആ ചെയ്യുന്നുണ്ട് ഇയാൾ ഖബറിട്ട്. ഇയാളോട് ആരോ ചോദിച്ചു എന്തെങ്ങനെ പോയത്? അപ്പൊ പറഞ്ഞു എനിക്ക് അങ്ങനെ ചെയ്യുമ്പോഴേ ഒരു സമാധാനം കിട്ടുന്നുള്ളൂ. എന്റെ സ്നേഹനിധിയല്ലേ, ഞാൻ അവൾക്ക് എന്തു ചെയ്യാൻ? ഞാൻ പറയുന്നത് അയാൾ പോലും കൂടെ പോയി കിടന്നിട്ടില്ല. ഓരോരുത്തരും ചെയ്യുന്ന അമലുകളാണ് അയാളുടെ കൂടെ ഉണ്ടാവുക. മറ്റേയാളാണെങ്കിലോ നരക കവാടത്തിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് നരകത്തിന്റെ കാഴ്ചകൾ ഇങ്ങനെ കാണാൻ. സർപ്പങ്ങളതാ മുകളിലേക്ക് ഒഴിഞ്ഞു വരുന്നു. നരകത്തിലെ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന തേളുകളാണ്. നരകത്തിന്റെ ഭീകരമായ താഴ്വരകളാണ്. കണ്ടാ തീരൂല അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഫ്രാൻസിലൂടെ നടത്തിയ യാത്രയുടെ ആ വിവരണം എപ്പിസോഡ് ലോക സഞ്ചാരത്തെ കുറിച്ച് ഒരു എപ്പിസോഡ് ഉണ്ടെന്ന് തോന്നുന്നല്ലോ അല്ലെ? എന്താ അതിന്റെ പേര് നിങ്ങൾക്ക് അറിയില്ല? സഞ്ചാരം തന്നെ, ഇതൊരു സഞ്ചാരം എന്നാ പേര്. എത്ര വർഷങ്ങളായി അതിങ്ങനെ ഓടുക. ഇവിടുത്തെ ഭൂമിയിലെ കുറച്ച് സ്ഥലം കടലും കൂടി പെട്ടിട്ടില്ല. നിങ്ങൾ ആലോചിക്കണം, സ്വർഗത്തിന്റെ വ്യാപ്തി എത്രയാണ്? ആകാശഭൂമികളുടെ വിശാലതയാണ് സ്വർഗത്തിനെന്ന് വിശുദ്ധ ഖുർആൻ. അപ്പൊ ഖബറിൽ 1000 കൊല്ലം ഇരുന്ന് കണ്ടാലും തീരുല ഈ കാഴ്ച. ആ കാഴ്ചയൊക്കെ മുഅ്മിൻ നിങ്ങൾ അല്ലാഹു കാണിച്ചു കൊടുക്കും. അതിന്റെ ഇടയ്ക്ക് അവന്റെ കൂട്ടുകിടക്കാനായി അവൻ ചെയ്ത സൽക്കർമ്മങ്ങൾ അല്ലാഹു നല്ല രൂപത്തിലേക്ക് മാറ്റിക്കൊടുക്കും. എന്നിട്ട് അയാളുടെ കൂടെ തന്നെ കിടക്കുകയാണ്. എന്നാൽ തമ്മാടിയായ ആളാണോ നരകത്തിന്റെ കാഴ്ചകൾ ഇങ്ങനെ കാണുന്നോ? അയാൾക്ക് കൂട്ടുകിടക്കാനായത് അയാളുടെ ഖബറിലേക്ക് കറുത്തിരുണ്ട് വിരൂപമായ രൂപത്തിൽ ഇയാൾ ചോദിക്കും, ഇയാൾ നരകത്തിന്റെ യാതനകൾ ഇങ്ങനെ കണ്ട് ബേജാറില്ല. ഇയാളും കൂടി കാണുമ്പോ ചോദിക്കും മന്നന്ത നീ ആരടോ? എന്തിനങ്ങോട്ട് വന്നത്? എന്റെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് പോകണേ. ഇയാൾ പറയും ഞാൻ പോവാമെന്നാളല്ല, നിങ്ങൾക്ക് പേടിക്ക് കിടക്കാമെന്നാളാണ്. ഇയാൾ ചോദിക്കും നീ എനിക്ക് പേടിക്ക് കിടക്കാമെന്നാളോ? നീ എന്നെ പേടിപ്പെടുത്തുകയാണല്ലോ. ഇയാളോട് ചോദിക്കും നീ എന്നെ അറിയില്ലേ? അയാൾ പറയും അറിയില്ല. ഇയാൾ പറയും എടാ നീ കുടിച്ച കള്ളാണ് ഞാൻ, എടാ നീ ചെയ്ത തമ്മാടിത്തരങ്ങളാണ് ഞാൻ, എടോ നീ വാട്സപ്പിൽ
വാട്സപ്പിലൂടെ വാട്സപ്പിലൂടെ സെൻഡ് ചെയ്ത മോശമായ മെസ്സേജുകളാണോ ഞാൻ? നീ വാട്സപ്പിലൂടെ പങ്കെടുത്ത മോശമായ ചർച്ചകളാണോ ഞാൻ? നിന്നെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്ത മോശമായ സംസാരങ്ങളാണോ ഞാൻ നിനക്ക് കൂട്ടുകിടക്കാൻ വന്നതാണ്. ഇയാൾ പറയുമടാ നിനക്ക് ഇറങ്ങി പോവണം. ഇയാൾ പറയുമില്ല, ഖിയാമത്ത് നാൾ വരെ ഞാൻ നിന്റെ കൂടെ കിടക്കുകയാണ്. അങ്ങനെ ആരുടെ കൂടെ കിടക്കുന്നോ ഖിയാമത്ത് നാൾ വരെ? ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ആറാമത്തെ രംഗം എന്താണെന്നറിയുമോ? പുണ്യ നബിയാ പറയുന്നത് മരിച്ചിട്ട് മൂന്നാമത്തെ പറയല്, മൂന്നാമത്തെ ദിവസത്തിന് നമ്മൾ പറയാ കണ്ണൂക്കുന്ന. എന്താ കണ്ണൂക്കുന്ന? കണ്ടടത്തിൽ നിന്ന് കണ്ണിൽ ഒഴിഞ്ഞു വീണിന കണ്ണൂക്കെന്ന് പറയും. കണ്ടടത്തിൽ നിന്ന് കണ്ണ് കവിളിലേക്ക് ഒഴിഞ്ഞു വീഴുന്നു, അതാണ് കണ്ണു. മൂന്നാമത്തെ ദിവസം കണ്ണ് ഒഴിയും. നാലാമത്തെയോ അഞ്ചാമത്തെയോ ദിവസമായാൽ മോശപ്പെട്ട ആളാണോ അയാളുടെ ഖബറിലേക്ക് ഒഴുക്കൽ കയറി വരുന്നു, സർപ്പ വരുന്നു, കയറി വരുന്നു. ഇങ്ങനെയുള്ള ജന്തു ജീവജാലങ്ങളുടെ വിഹാര കേന്ദ്രമായി മാറുന്നു. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഈടെ ഞാൻ ഒരു സ്ഥലത്ത് സിയാറത്തിന് പോയപ്പോ അവിടെയുള്ള ഒരു ഉസ്താദ് ഉണ്ട്, വേറെ സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ പാളി നോക്കുന്നു. ഞാൻ ചോദിച്ചു എന്താ അവിടെ എന്താന്ന് വെച്ചപ്പോ എന്നോട് പറഞ്ഞു, ഇവിടെ ഖബറടക്കിയ ആരുടെ ഖബർ ഒരാഴ്ച കഴിഞ്ഞ് വന്നു നോക്കുമ്പോ മാന്തി പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. അയാളെ എന്തോ ജീവികൾ വന്ന് തിന്നുപോയി. ഞാൻ 2 ആഴ്ച മുമ്പ് ഒരു ഖബർസ്ഥാനിൽ സിയാറത്തിന് വേണ്ടി പോയപ്പോ അവിടെ ഉള്ള ഉസ്താദ് എന്നോട് പറഞ്ഞ വിവരമാണ്, മോശമാളാണോ അയാളുടെ മയ്യിത്തിന് പോലും അല്ലാഹു കാവലേർപ്പെടുത്തുന്നില്ല. ഖബറിലെ അവസ്ഥയാണ്, അല്ലാഹുവേ ഞങ്ങളെ നീ മുഅ്മിനീൻ കൊടുത്ത അല്ലാഹ്. കേൾക്കണേ, നിങ്ങൾ അങ്ങനെ തന്നെ കിടക്കുന്നു. പിന്നെ ഏതാ ഖബറിൽ ദീർഘമായ കാലം. ഞാൻ ഓർക്കുന്ന ഒരിക്കലും ചെറുപ്പക്കാരനോട് പറഞ്ഞത്, അയാൾ എന്റെ റൂമിൽ വന്ന് പൊട്ടി പൊട്ടി കരഞ്ഞിട്ടാ പറയുന്നത്. എന്നോട് പറഞ്ഞു, ഉസ്താദേ എല്ലാ റമദാനിലും 27-ാം രാവിൽ ഞാൻ എന്റെ ഉപ്പയുടെ ഖബർ സിയാറത്ത് ചെയ്യാറ്. ഇന്നലെ 27-ാം രാവായിരുന്നു, പോകാൻ കഴിഞ്ഞില്ല. ഞാൻ എന്റെ ഭാര്യ വീട്ടിലായിരുന്നു. 27 രാവിന്റെ അതേ ശ്രേഷ്ഠത പകലിനുണ്ടല്ലോ. അപ്പൊ ഞാൻ ഇന്ന് പകലിന്റെ ഉപ്പയുടെ ഖബറിന്റെ അടുത്ത് പോയി സലാം ചൊല്ലി സൂറത്തു യാസീൻ ഞാൻ ഇങ്ങനെ ഓതുകയാണ്. ഇതുവരെ ഞാൻ കാണാത്ത അനുഭവം ഇയാൾ പറയാണ്. വാപ്പയുടെ കാലിന്റെ ഭാഗത്തുള്ള മീസാൻ കല്ലിനടുത്തൊരു ദ്വാരത്തിൽ നിന്നൊരു സർപ്പം വെളിയിലേക്ക് ഇങ്ങ് വന്നു. ഇയാൾ പറയുന്നു, ഞാൻ പേടിച്ചു മാറി നിന്നു. ആ സർപ്പം അങ്ങനെ ഇഴഞ്ഞു കുറ്റിക്കാട്ടിലൂടെ അങ്ങ് പോയി. ഞാൻ യാസീനോദി ദുആ ചെയ്ത് പൂർത്തിയാക്കി ഇവിടെ ഇങ്ങോട്ട് വരികയാണ്. ഇയാൾ പറയാണ്, ഉസ്താദേ എന്റെ പിതാവിന്റെ ഖബറിൽ എന്റെ ഉപ്പായുടെ അവസ്ഥയൊന്ന് പറഞ്ഞു തരാമോ? എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ കിടക്കേണ്ടത് വരെയാണ്, നമ്മൾ കിടക്കേണ്ടത് എവിടെയാണ് നിങ്ങൾ ആലോചിക്കണം. സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബർ കാണുമ്പോൾ പൊട്ടിക്കരയുമായിരുന്നു. ആളുകൾ ചോദിച്ചു, ഉസ്മാനെ നിങ്ങൾ എന്തിനാണ് കരയുന്നത്? നരകത്തെ കുറിച്ച് പറയുമ്പോ നിങ്ങൾ ഇങ്ങനെ കരയുന്നില്ലല്ലോ, ഖബറിനെ കുറിച്ച് പറയുമ്പോൾ എന്തിനാ നിങ്ങൾ അങ്ങനെ കരയുന്നത്? അപ്പരോട് എന്റെ കൂട്ടുകാരെ, നരകത്തിൽ ഉസ്മാൻ നരകത്തിലാണെന്ന് തന്നെ വെക്കുക. ഉസ്മാൻ ഉണ്ടാവുക എന്ന ഖിയാമത്ത് നാളിന്റെ ഹുത്തുവരെ ഉസ്മാൻ മാത്രമല്ലേ ഉസ്മാന്റെ ഖബറിലുണ്ടാകൂ. അനബൈതുൽ വഹ്ശ, ഞാൻ ഏകാന്തതയുടെ വീടാൻ. അദൃശ്യ ലോകത്തേക്ക് നമ്മൾ കടക്കുന്ന ആദ്യരാവുകളും രംഗങ്ങളുമാണ് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 5-10 മിനിറ്റ് കൂടി പറഞ്ഞൂടെ? ഇസ്മാവിലല്ലോ, ഒന്നുകൂടെ 5-10 മിനിറ്റ് നമ്മൾ ദുആ ചെയ്ത് പിരിയാനൊരുങ്ങുന്നു. മഹാനായ നബിയുനാ റസൂലുള്ളാഹി അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ അയാൾ അങ്ങനെ കിടക്കുന്നു. ഇയാളുടെ ആത്മാവ് മുഅ്മിനാണെങ്കിൽ ശ്രദ്ധിക്കണേ, തമ്മാടിയാണെങ്കിലോ സിജ്ജീൻ. എവിടെ സിജ്ജീൻ? 7 ഭൂമിയുടെയും താഴ്ഭാഗത്താണ്. സിജ്ജീൻ എന്ന ലോകം ഉണ്ട് അവിടെ. സിജ്ജീൻ എന്നാണ് ലോകത്തിന്റെ പേര്. എന്താ പറഞ്ഞ ഭൂമിന്റെ അടിയിലുള്ളത് ശക്തമായ ലാവകളാണ്. ഭൂമിയിൽ ഒരുപാട് തീജ്വാലകൾ. ഇവരെന്നെ പറയണ്ടല്ലോ, ഭൂമിയുടെ അടിഭാഗത്തൊരു അഗ്നിപർവ്വതം അത്രേ. ആ അഗ്നിപർവ്വതങ്ങാനും ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് വന്ന ഭൂമി കരിഞ്ഞു ചാമ്പലായി പോകും. അത്ര ശക്തമായ തീജ്വാലകൾ ഭൂമിയുടെ അടിഭാഗത്തുണ്ട്. എന്താ ഖുർആൻ പറഞ്ഞത്? മോശപ്പെട്ട ആളാണോ അയാളുടെ ആത്മാവിനെ അവർ സിജ്ജീനിലായിരിക്കും. മുഅ്മിനായ മനുഷ്യനോ ിലായിരിക്കും. നീ ശ്രദ്ധിക്കണേ, മുഅ്മിനായ മനുഷ്യന്റെ ആത്മാവിന് പല കഴിവുകളും അല്ലാഹു നൽകുന്നുണ്ട്. നല്ല മനുഷ്യന്മാർക്ക് ഭൂമിയിൽ അല്ലാഹു കഴിവ് തരുന്ന മാതിരി തന്നെയാണ്. നല്ല മനുഷ്യർക്ക് ഭൂമിയിൽ അല്ലാഹു കഴിവ് തരുന്ന. മരിച്ചാൽ എല്ലാം കഴിയല്ല. മരിച്ചാൽ ഒരു ലോകം വേറെ.
മരിച്ചാൽ ഒരു ലോകം വേറെയാണ്. പലതിനും മുഅ്മിനായ മനുഷ്യന്റെ ആത്മാവിന് കഴിയുന്ന സഞ്ചരിക്കാനും കഴിയും. ശ്രദ്ധിക്കണം, ഞാൻ ഈ സമയമില്ലാത്തതുകൊണ്ട് ഒറ്റടിക്ക് ഇങ്ങനെ പറയും. ഇതൊരു വിഷയം, ഒരു 10 ദിവസം വേളോറാണ് നമ്മൾ. എന്നാലേ മരിച്ചു കഴിഞ്ഞ മനുഷ്യന്റെ സംസാരത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മരിച്ച ആളുകളുടെ സഞ്ചാരത്തെ കുറിച്ച്, മനുഷ്യർ ഏറുന്നതിനെ കുറിച്ച് ഷഫീഉനാ റസൂലുള്ളാഹി നമ്മൾ പറയും, ഒരു മരിച്ചിട്ട് ആളെ ശരീരം വരെ കടന്നുള്ളൂ, ആള് വേറെ സ്ഥലത്ത്. നമ്മൾ പറയില്ലേ, ഇന്നാള് മരിച്ച അല്ലാഹു പോയി എന്ന് പറയില്ലേ. ഇമ്പിച്ചാലി ഹാജി പോയി, ഏടെ മയ്യത്ത് ഇവിടെ കിടക്കുന്നുണ്ട്, പിന്നെയും പറയും പോയി അല്ലേ. ഇമ്പിച്ചാലി എപ്പോഴാണ് നമ്മൾ എടുക്കാന്നല്ലല്ലോ ചോദിക്കുക. എന്താ ചോദിക്കലും, മയ്യത്ത് എപ്പോഴാണ് നമ്മൾ എടുക്കാന്ന. ഇമ്പിച്ചാലി ഹാജിയുടെ മൂപ്പർ പോയി, അവരെങ്ങോട്ട് പോയി? അവർ വേറൊരു ലോകത്തേക്ക് പോയി. മുഅ്മിനായ മനുഷ്യനാണോ ഇല്ലീനിലാവും. പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തുകൾ ശ്രദ്ധിക്കട്ടോ, സമയമില്ല. ആ ലോകത്തേക്ക് നമ്മൾ കടക്കാൻ ഒരുങ്ങണേ ഉള്ളൂ. അദൃശ്യ ലോകത്തെ ജീവിതത്തിലേക്ക് നമ്മൾ കടക്കാൻ ഒരുങ്ങുകയാണ്. ശ്രദ്ധിക്കണം, ഇതിൽ ഒന്നാണ് സഞ്ചാരം. മുഅ്മിനായ മനുഷ്യന്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് വിട്ടാ പിന്നെ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. മാത്രല്ല, ഈ ശരീരത്തിന്റെ പിന്നിൽ രക്ഷപ്പെടാൻ കഴിഞ്ഞാലും ഈ ആത്മാവിന് സഞ്ചരിക്കാൻ കഴിയുന്ന മഹാനായ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങളെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. നമ്മളെ ഏറ്റെടുക്കുമാറാകട്ടെ. സദസ്സ് അല്ലാഹു ദുആക്ക് ഉത്തരമുള്ള സദസ്സാക്കി തരട്ടെ. നബി പറയാൻ സഞ്ചരിക്കാൻ പോയപ്പോ എന്താ പറഞ്ഞേ? മൂസാ നബി, ഈസാ നബി, ഇബ്രാഹിം നബി എല്ലാവരും എവിടെ ഉണ്ട്? ബൈത്തുൽ മുഖദ്ദസിലുണ്ട് അല്ലെ. ബാറകനാ ഹൗല ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഖബറുകളൊക്കെ അവിടെ. റസൂലുള്ളാഹി പറയാൻ, ഞാൻ 1-ാം ആകാശത്ത് നബി, 4-ാം ആകാശത്തിലുണ്ട് മൂസാ നബി, 5-ാം ആകാശത്തിലുണ്ട് വേറെ നബി. ഓരോ നബിമാരും ഓരോ ആകാശത്ത്, 7 ആകാശവും കടന്ന് ഞാൻ ബൈത്തുൽ മഅ്മൂറിലേക്ക് ഇങ്ങനെ തലചായിച്ചു നിൽക്കുന്നു. സഞ്ചരിക്കാൻ ആത്മാവുകൾക്കുള്ള കഴിവാണ്. പ്രവാചകന്മാരുടെ ആത്മാവ് സഞ്ചാരമുണ്ട്, ഇറങ്ങി വരുന്നുണ്ടവർ. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികത്തു വറൂഹു. മലക്കുകൾ ഇറങ്ങും, റൂഹ് ഇറങ്ങും എന്ന് പറഞ്ഞാ ഒരു വ്യാഖ്യാനം കൊടുത്ത് റൂഹ് എന്ന പേരുള്ള മലക്കുണ്ട്, ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ഒരു വർത്താനം അങ്ങനെയല്ലോ. എന്നാൽ അതിലൊരു വ്യാഖ്യാനം റൂഹ് ഇറങ്ങും എന്ന് പറഞ്ഞാൽ റൂഹ് ഇറങ്ങും തന്നെയാണ്. അപ്പൊ ലൈലത്തുൽ ഖദ്റിന്റെ രാവിൽ മലക്കുകളോടൊപ്പം മുഅ്മിനീങ്ങളായ മനുഷ്യരുടെ ആത്മാവുകൾ ഇല്ലീനിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് ഭൂമിയിലേക്ക്. അവരും സഞ്ചരിക്കുന്നുണ്ട്. സഞ്ചരിക്കാനുള്ള കഴിവുണ്ട്. പല മരിച്ചുപോയ മനുഷ്യരുടെ ആത്മാക്കൾക്ക് ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരുമായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ഹദീസിലുണ്ട് സംസാരിക്കാൻ കഴിയും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശ്വാസം രൂഢമൂലമാക്കി തരട്ടെ. അങ്ങനെ ഒരു മഹാലോകമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ ഖബൂൽ ചെയ്യട്ടെ. എല്ലാ പുരുഷന്മാരും വന്ന് എഴുന്നേറ്റ് നിൽപ്പൂ. നമ്മളൊന്ന് ദുആ ചെയ്ത് പിരിയാൻ. എല്ലാവരും എഴുന്നേറ്റ് അടുത്തേക്ക്. സഹോദരിമാരൊക്കെ ഇവിടെ തന്നെ ഇരുന്നോളൂ. റഹ്മുർ റഹീമീനായ അല്ലാഹുവേ, ഞങ്ങളുടെ സദസ്സ് നീ ദുആ ഒരു 3 സ്വലാത്ത് ചൊല്ലിക്കൊള്ളൽ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അടുത്തേക്ക് വരി, ചേർന്ന് നിൽക്കി. മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. മുന്നിലുള്ള ചേരൊക്കെ ഒന്ന് മറക്കി വെച്ചോളൂ. വളണ്ടിയേഴ്സ് ഒന്ന് ചേർന്ന് നിൽക്കൂ. നിങ്ങൾ ഒന്ന് ഖൽബ് അറിഞ്ഞും മനസ്സറിഞ്ഞൊന്ന് ദ്വാരക്കുക. നമ്മൾ പിരിയും. അല്ലാഹു നമ്മളെ ഖബൂൽ ചെയ്യട്ടെ. ഒരു കാര്യം ഞങ്ങൾ അറിയിക്കാം, ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാരുടെ വാദന വരുന്നുണ്ട് അല്ലേ. ഒരു കുട്ടിക്ക് സുഖമില്ല, കുട്ടിനെ ഈ ദുആയിൽ പങ്കെടുപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ആ കുട്ടിയുടെ രോഗം സുഖപ്പെടുത്തി കൊടുക്കട്ടെ. അല്ലാഹുവേ, പൂർണ്ണമായ ശിഫാ നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഇന്നലെ മുതൽ നാളെ 3-ാമത്തെ ദിവസമാണ് അല്ലേ. ഇനി ഒരുപാട് ഒക്കെ പ്രഗത്ഭരനല്ലോ. പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ പ്രശ്നം നോക്കുന്ന സമയത്ത് ഒന്നിനും കൊള്ളാത്തൊരു സാധു ഞാനാ. 3-ാം ദിവസമല്ലാണ്. ഇനിയുള്ളൊക്കെ പ്രഗത്ഭര. നാളെ കാസിം ഉസ്താദാണ്, എല്ലാവരും വരണം. അല്ലാഹുവിന്റെ ഔലിയാക്കൾ വിഷയം ആബിദ് ഹുദവി ഉസ്താദിന് ശേഷം അസൂയ അഗ്നിയാൻ ഇബ്രാഹിം ഫൈസി ഉസ്താദ്, ഷെയ്ഖുന ഉമ്മർ ഉസ്താദ്, ഷെയ്ഖുന മൂരിയാട് ഉസ്താദ്, അസീസ് ദാരിബി കല്ലൂർ. നിങ്ങൾക്കല്ലേ ഇങ്ങനെ ഈ പ്രഗത്ഭന്മാരെ കേട്ടി. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവരും ഈ പരിപാടിക്കൊക്കെ വരണം. നിങ്ങളോട് കാര്യം പറയാണ്, ഈ പരിപാടി കഴിയുമ്പോഴേക്ക് ഇവിടെ ഇപ്പൊ നിങ്ങൾ നോക്കിയാണെങ്കിൽ ഇതിന്റെ മുകളിൽ താർപ്പായി വലിച്ച് ഇത്രയാണ്
എത്ര പ്രയാസം. ഇവിടെ ഇതിന്റെ ബന്ധപ്പെട്ട ആളുകൾക്ക് ഒരു ആഗ്രഹമുണ്ട്, ഇവിടെ ഒരു ഓഡിറ്റോറിയം ആക്കി മാറ്റുക, സീറ്റൊക്കെ ഇട്ടിട്ട് അല്ലേ. വേണ്ടി വരും പ്രസിഡന്റ് ഓരാ, എത്ര ലക്ഷം റുപ്യ വേണ്ടി വരും? ഒരു 10 ലക്ഷം റുപ്യ വേണ്ടി വരും. ഈ ജാതി കൂട്ടം പാനൂർ ഭാഗത്ത് 10 ലക്ഷം ഒരു പ്രശ്നമാണ്. ഇത് വാട്സപ്പ് കൂട്ടായ്മയിൽ ലക്ഷങ്ങൾ ഉണ്ടാക്കണ മനുഷ്യന്മാരുണ്ട് അവിടെ. വാട്സപ്പ് കൂട്ടായ്മ ഓല് എന്നോട് പറഞ്ഞു, വാട്സപ്പ് കൂട്ടായ്മയിൽ ഞങ്ങൾ വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ ഉദ്ദേശിച്ചു. എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു വാട്സപ്പ് കൂട്ടായ്മ ഇത് ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? ഇവിടെ ഒരു സീറ്റ് ഇട്ടിട്ട് ഇതൊന്ന് ഒരു ഓഡിറ്റോറിയാക്കി മാറ്റുക, നമുക്ക് വാടക കൊടുക്കാം, പള്ളിക്കൊരു വരുമാനം പോകും. വയലിന് പിന്നെ നമ്മൾ ഒരു 5-6 കൊല്ലത്തെ വാടക, പിന്നെ നമുക്ക് വാടക നമുക്ക് കൊടുക്കേണ്ട സമയത്തൊക്കെ പരിപാടി നടത്താം. ഒരു 50,000 റുപ്യ ഫണ്ടൊന്നും ഉദ്ഘാടനം ചെയ്യും. നാളെ മറ്റന്നാൾക്ക് വരുന്ന ഉസ്താദുമാർ മുഖേന നിങ്ങളെ സഹായങ്ങൾ എത്തിച്ചു. അതെങ്കിലും ഒരാൾ 50,000 ഞാൻ ചോദിക്കണത് പാനൂർ അടുത്ത പ്രദേശമൊക്കെ ആയതുകൊണ്ട്, എനിക്ക് തിരിയാവുന്ന സ്ഥലമായതുകൊണ്ടാണ്. ഇന്നലെ ഒരു സ്ഥലത്ത് ഞാൻ വേദനയായിട്ട് ഞാൻ ചോദിച്ചത് 1000 റുപ്യ. കാരണം ഞങ്ങളുടെ അങ്ങനത്തെ നാടാ. ആരെങ്കിലും സൂപ്പി ഹാജിക്ക് അൽഹംദുലില്ലാ 50,000 ഉറുപ്പിക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു കൊടുത്തിട്ടുണ്ട്. അത് കൊടുക്കാൻ ഒരു മടിയും ഒരു വൈമനസ്യം കാണിക്കാത്തൊരു മനുഷ്യനാണ്. അല്ലാഹു ധാരാളം കൊടുക്കട്ടെ. അല്ലാഹുവേ നീ ധാരാളം നൽകണേ അല്ലാ. ജമാലിയ കോളേജിന്റെ ഒരു പങ്കുകൾ എന്നോട് പറഞ്ഞു, സാർ നിങ്ങൾ ചോദിച്ചു നോക്കി, തരുന്നില്ലെങ്കിൽ തന്നോട്ടെ, കൂലി കിട്ടണമെന്നുള്ളവർ തന്നോട്ടെ, അല്ലെങ്കിൽ ഞാൻ നടത്തും, ആരും തന്നിട്ടില്ലെങ്കിലും. ഒരു വല്ലാത്ത വർത്താനാണ്. അങ്ങനൊന്നും ആണ് പറയാൻ തോന്നൂല. കാരണം അച്ഛൻ എന്റെ കുട്ടിക്ക് പിന്നെ എന്താ ഉണ്ടാവുമെന്നൊക്കെ ചിന്തിക്കൂലേ. ശൈത്താൻ അങ്ങനെ ചിന്തിപ്പിക്കുക. ആരെങ്കിലും ഉണ്ടോ രണ്ടാമതൊരാൾ ഒരു 50,000 റുപ്യ ഇതിന് കൊടുക്കാൻ ഉണ്ടോ? രണ്ടാമത്തെ ഒരാൾ ആരെങ്കിലും? മൂസ ഹാജി വെള്ളക്കുന്നമ്മൽ. അല്ലാഹുവേ നീ ഖബൂൽ ചെയ്യണേ അല്ലാ. നമ്മൾ ദ്വാരക്കാൻ പോവാ, നല്ലൊരു ഖൈറാട്ടെ എന്ന് കരുതിയിട്ടാണ്. മരിച്ചുപോയ ഈ സ്ഥലം കൊടുത്ത ആള്, അയാൾ എത്ര വലിയ ഭാഗ്യവാനാണ്. വയലല്ലേ ഇവിടെ നടക്കണേ, എത്ര ഖുർആന്റെ ആയത്ത് ഓതണം. അല്ലാഹുവിന്റെ കൂലിയൊക്കെ കബറിലേക്ക് കൊടുത്തെങ്കിൽ ക്രിക്കറ്റ് കളിയാണ് നടക്കുന്നത്. അൽഹംദുലില്ലാ. ഈ പള്ളിക്കൊരു വരുമാനവും നിങ്ങൾക്ക് പങ്കെടുക്കാൻ അദ്ദേഹം തന്നെ മൂപ്പരൻ ഒരു 50,000 രൂപ പേരിലല്ലേ, ഒരു 50,000. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹുവേ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഇനി ആരെങ്കിലും ഉണ്ടോ ഒരു 50,000? 1 ലക്ഷം ചോദിക്കാൻ എനിക്ക് ബോധി, പക്ഷെ ഞാൻ ഇതൊക്കെ ആയതുകൊണ്ട് പിന്നെ 50,000 നിർത്തിയെന്നു. ഒരു 50,000 ആരെങ്കിലും? 1 ലക്ഷമൊക്കെ ചോദിക്കാനാ ബോധി. കാരണം പാനൂരും പരിസരല്ലേ, നമുക്കറിയാലോ. നിങ്ങളെ ഈ നാടിന്റെ പ്രത്യേകത തന്നെ അള്ളാഹു നല്ല നിയമത്തും കൊടുക്കാനിട്ടും മടിയില്ല. എന്നോട് എൻ്റെ ഒരു നാട്ടുകാരൻ ഒരു കൈ ഭാഗത്തൊക്കെ വന്ന് നമ്മുടെ സ്ഥാപനത്തിലെ ആൾ തിരിച്ചു പോയടത്തിയപ്പോൾ എന്നോട് പറഞ്ഞു, അതെ അള്ളാഹുവിന്റെ നിയമത്തും കൊടുക്കുന്നുണ്ട്, അതേമാതിരി കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അള്ളാഹുക്ക് നിലനിർത്തി കൊടുക്കണം തോന്നുന്നതല്ലേ. അൽഹംദുലില്ലാ. ആരെങ്കിലും ഉണ്ട്? ഒരു 50 കൈയൊന്ന് പൊക്കൂ. ദ്വാരക്കാണ്. നമ്മൾ ഈ രാജ്യത്തിന്റെ നിയമത്തിന് തടസ്സമാവാൻ ഉദ്ദേശിക്കുന്നില്ല, ദ്വായിലേക്ക് കിടക്കും. ആരെങ്കിലും? അൽഹംദുലില്ലാ. എന്താ പേര്? ഔലാജ് അല്ലേ? അബ്ദുള്ള ഹാജി. പൂവുള്ള പറമ്പത്താ. അള്ളാഹു പൂവുള്ള തോട്ടങ്ങൾ സ്വർഗത്തിൽ അള്ളാഹുർക്ക് കൊടുക്കട്ടെ. എന്തൊരു നല്ല പേര്, പൂവുള്ള പറമ്പത്ത്. നിങ്ങളുണ്ടോ? നമ്മളെ ചങ്ങായി ഉണ്ട്, എന്റെ ഒരു പേര് മറന്നുവല്ലോ, അബൂബക്കർ. അൽഹംദുലില്ലാ. 4 പേർ. അല്ലാഹുവേ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ, ഖബൂൽ ചെയ്യണേ റബ്ബേ. മനസ്സിന്റെ ആഗ്രഹങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ. 4ആയി. 5-മതൊരാളൂടി ഉണ്ട്. ഒരു 5 ആളെ 10 ലക്ഷത്തിന് എത്ര ആൾ വേണം? 50,000-ന്റെ 20 ആള്. 5 ആളെ ഞാൻ ആക്കി തരാം. ആളും കൂടി എന്നെ സഹായിക്കും. ഞാൻ പറഞ്ഞു നമ്മളെ ഫാറൂഖാക്കുണ്ട്, ഇൻഷാ അല്ലാഹ്. അമ്മോഷം കൊടുത്തപ്പോ പിന്നെ മൂപ്പരെ പിന്നിലാവാൻ പറ്റൂലല്ലോ എന്നാ കൊടുത്തപ്പോഴേ, അമ്മോശനല്ലേ നമ്മൾ ബാക്കിലാൻ പറ്റുമോ? പുതിയ പിള്ളേര് ഒരാളൂടെ ഉണ്ടല്ലേ. അൽഹംദുലില്ലാ. 6-മതൊരാൾ നമ്മളെ ഹാരിസ് ഹാജി. എന്റെ ചങ്ങായിമാർ, എനിക്ക് കുറെ ചങ്ങായിമാരുണ്ട് ഈ ഭാഗത്ത്. 6-മത്തെ ആൾ 5 എന്നാ ഞാൻ പറഞ്ഞു, 1 എക്സ്ട്രാ ആയിട്ടോ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇതിൽ ഷെയർ എടുക്കാൻ ആരാ ഉദ്ദേശിക്കുന്നത്? ഇതിന്റെ ലാഭം ഒരിക്കൽ തരൂല്ല, ലാഭമൊക്കെ പള്ളിക്ക് പോകും. ഇതിൽ ഷെയർ എടുക്കാൻ, ഇത് സ്വർഗത്തിലേക്കുള്ള ഷെയർ. എല്ലാ ഉമ്മമാരുണ്ടേ പറയണം, കാരണം ഈ നാട്ടിലാണ്. കാരണം വെക്കുന്ന
നമ്മൾ അഷ്റഫ് ഹാജി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ കരുതും 10-60 വയസ്സുള്ള ആളാണ്. ഇല്ല, 10-28 വയസ്സുള്ളൂ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ആ ഒരു ബന്ധം വല്ലാത്തൊരു സ്നേഹബന്ധമാണ്. ഹജ്ജ് യാത്ര എന്നൊക്കെ പറഞ്ഞ സ്നേഹബന്ധം അല്ലാഹു നമ്മളെ സ്വർഗ്ഗത്തിൽ ഒരുമിപ്പിച്ചു തരട്ടെ. യാത്രയിലും സംഘത്തിലൊക്കെ ലയിച്ചു ആരുടെ പറഞ്ഞാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഈ സദസ്സ് മുതൽ തന്നെ ആ ദ്വായിൽ ദ്വായ കിട്ടും. നാളെ മുതലുള്ള ദ്വായ കിട്ടും. അന്നുള്ള ഞങ്ങളുടെ ഈ സദസ്സിനെ ഖബൂൽ ചെയ്യണേ. 10 മണിയായതുകൊണ്ട് ഞാൻ ദുആ ചെയ്ത് നിർത്തുകയാണ്. 10 മണിയായതുകൊണ്ട് ദുആ ചെയ്ത് നിർത്തുന്നു. എല്ലാവരും ആമീൻ പറഞ്ഞോളൂ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. റഹ്മാനായ അല്ലാഹുവേ, ഞങ്ങളെ സ്തുതിക്കുന്നു. അല്ലാഹ്, ഞങ്ങളുടെ സ്തുതികൾ നീ സ്വീകരിക്കണേ. അല്ലാഹ്, ഹബീബായ നബിയനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തുകൾ നീ ഖബൂൽ ചെയ്യണേ. അല്ലാഹ്, അല്ലാഹ് റഹ്മാനായ റബ്ബേ, അറിഞ്ഞിട്ട് പൊറുക്കണേ അല്ലാഹ്, രഹസ്യമായി ചെയ്തത് പൊറുക്കണേ അല്ലാഹ്, പരസ്യമായി റഹ്മാനായ റബ്ബേ, ഞങ്ങൾ ഈ സദസ്സ് വെച്ച് പിരിയുമ്പോഴേക്ക് എല്ലാ ദോഷങ്ങളും നീ കഴുകി ശുദ്ധിയാക്കി തരണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഇവിടെ സംഭാവന ചെയ്ത ആളുകളുടെ സംഭാവന നീ കബൂൽ ചെയ്യണേ റബ്ബേ. 7 ഉലമാകൾ 80,000 രൂപ വീതം ഈ സംരംഭത്തിലേക്ക് കൊണ്ടുവന്നവരുടെ ഉദ്ദേശം നീ പൂർത്തിയാക്കണേ അല്ലാഹ്. പറഞ്ഞതെങ്കിലും ആർക്കും നൽകല്ല അല്ലാഹ്, കുടുംബത്തിലും നീ വരില്ല അല്ലാഹ്. എന്തൊക്കെ രോഗമുള്ളവർ ഈ സദസ്സിലുണ്ട് സുഖപ്പെടുത്തണേ റബ്ബേ. വരുമ്പോഴാണ് മുഖത്തിന്റെ ഗ്രന്ഥത്തിലാണെന്നറിയുന്നത്. ാക്കി നിലനിർത്തണേ അല്ലാഹ്. നല്ല മക്കളാക്കണേ റബ്ബേ. ഭാവിയിൽ ഈ നാടിന്റെ മക്കളാക്കണേ അല്ലാഹ്. ഈ നാട്ടിൽ സമാധാനം നൽകണേ അല്ലാഹ്. പരിസര പ്രദേശത്ത് ജന പരിസര പ്രദേശത്ത് സമാധാനം റബ്ബേ. അവരോട് കൂറ് പുലർത്തുകയും അവരെ അനുസരിക്കുകയും ചെയ്യുന്നതൊക്കെ ഞങ്ങളുടെ ഭാഗമാണ്. രാജ്യത്തോട് മര്യാദയുടെ ഭാഗമാണ് അല്ലാഹുവേ. ഈ സമാധാന ശക്തിപ്പെടുത്തണം. അവർ ജില്ലയെ ഏറ്റവും നല്ല നാടായി ഞങ്ങൾ മാറ്റണേ റബ്ബേ. തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. അവസാന വാക്കിലായി
അല്ലാ. പടച്ചോനെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഏതോ ആളുകൾക്ക് നിന്റെ നികരമായി കൊടുക്കുക അല്ലാ. ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഒരു 3 സ്വലാത്ത് ചൊല്ലിയിട്ടാണ് നമ്മൾ പിരിയുന്നത്. വീടിന്റെ പണി പൂർത്തിയാവാൻ ദുആ ചെയ്യാൻ വേണ്ടി അല്ലാഹു എത്രയും പെട്ടെന്ന് പൂർത്തിയായി താമസിക്കാൻ അവർക്ക് തൗഫീഖ് നൽകട്ടെ. മകളുടെ വിവാഹം നല്ല ബർക്കത്തോടെ കഴിയാൻ അല്ലാഹു ഖൈറാക്കി കൊടുക്കട്ടെ. മനസ്സിലുള്ള ഉദ്ദേശം പൂർത്തിയാവാൻ അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കട്ടെ. വീടിന്റെ പണി പൂർത്തിയാവാൻ ഭർത്താവിന്റെ കാലിന്റെ അസുഖം സുഖപ്പെടാൻ അല്ലാഹു സുഖപ്പെടുത്തി കൊടുക്കണേ അല്ലാ. മനസ്സിലുള്ള മറ്റും ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാ. 3 സ്വലാത്തിലിട്ട് നമ്മൾ പോവാണ്. പിന്നെ ഞാൻ ഓർമ്മപ്പെടുത്താണ്, ഈ സംരംഭത്തെ സഹായിക്കുന്ന ഇന്ന് സഹായിച്ചവർക്കും നാളെ ദ്വാരക്കാൻ പറയണം കേട്ടോ. ഇന്ന് ദ്വാരുന്നത് നമ്മളാണല്ലോ, അതുകൊണ്ട് ഏത് കോലത്ത് പെടുമെന്ന് അറിയില്ല. പിന്നെ ആമീൻ ചെല്ലാങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നാളെ എല്ലാ ദിവസവും വരുന്ന ഉസ്താമാരോടൊക്കെ ഇന്നും സംഭാവന ചെയ്തവർക്ക് ദ്വാരക്കാൻ പറയണം എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ നമ്മളാ മുഹമ്മദ് കല്ലേ ദുബായിലെ എന്റെ ഒരു വീട്ടുപേര് കൊണ്ടോത്തോ മൂപ്പ വിളിച്ചിട്ട് എത്രയോ പൈസ കളഞ്ഞു. സാധു ഈ പരിപാടിക്ക് ഉണ്ടാവും ഞാൻ കാണില്ല. അൽക്കുബാർ കൊടുക്കാറാകുമ്പോഴാണല്ലോ ദേഷ്യം പിടിച്ച ഓഡിറ്റോറിയമാക്കുന്നു. നടക്കാനാ അതുകൊണ്ട് 3 സ്വലാത്തിൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു ഖൈറാക്കി തരട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് اللهم صل على